ഒരുമിച്ച് ദൈവവചനം ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽ ദൈവം നമ്മോട് സംസാരിക്കും എന്ന് വിശ്വാസമുള്ള എത്ര ദൈവമക്കൾ ഇവിടെ ഉണ്ട്? ആമേൻ. ദൈവം നമ്മോട് സംസാരിക്കാൻ പോകുകയാണ്. എൻ്റെ അകത്ത് ബഹുമാന്യ കർത്തൃദാസൻ സതീഷ് പാസ്റ്റർ യോഗ വിവരത്തെക്കുറിച്ച് അറിയിച്ച സമയം മുതൽ ദൈവസന്നിധിയിൽ ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും നന്നായി ഒരുക്കപ്പെടാനൊക്കെ കർത്താവ് എളിയവരായി ഞങ്ങൾക്ക് അവസരം നൽകി. സത്യത്തിൽ ഞങ്ങൾ കുടുംബമായിട്ട് ഇന്ന് പകൽ ഇവിടെ വരണം എന്ന് പ്രതീക്ഷിച്ചതാണെങ്കിൽ മറ്റൊന്ന് രണ്ട് അത്യാവശ്യ കാര്യങ്ങൾ ഭവനത്തോട് ബന്ധപ്പെട്ടുള്ളത് കൊണ്ട് എൻ്റെ വൈഫിനും മോനും ഇവിടെ വരാൻ പറ്റിയില്ല. അതൊരു നഷ്ടമായി പോയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇത്രയും പേരുടെ ഇടയ്ക്ക് അവരെ കൂടെ കൊണ്ടുവരേണ്ടതായിരുന്നു. പ്രൈസ് ഗാഡ്. കർത്താവ് ആമേൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിച്ചാട്ടെ എന്ന് ഓർപ്പിച്ച് സ്തോത്രം. നാം ഒരുമിച്ച് ദൈവവചനം ധ്യാനിക്കാൻ പോകുകയാണ്. നിങ്ങളെല്ലാവരും ദയവായി എന്നെ നോക്കിയിരിക്കണം. ഞാൻ തന്നെ വാക്യം വായിച്ച് ആമേൻ ശുശ്രൂഷിക്കുന്നതാണ് എൻ്റെ ശീലം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ തന്നെ വാക്യം വായിച്ച് നമുക്ക് ദൈവവചനം ധ്യാനിക്കാനുള്ള സമയമാണ്. ഇന്ന് പകൽ നാം ധ്യാനിക്കാൻ പോകുന്ന വചനം എല്ലാവർക്കും സുപരിചിതമായ സാമാന്യ വേദപുസ്തക പരിചയമുള്ള എല്ലാവർക്കും ഒരുപക്ഷെ കാണാതെ അറിയാവുന്ന ഒരു വാക്യഭാഗം നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് 37-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം വായിച്ചാണ് ഇന്ന് പകൽ നമ്മൾ ധ്യാനിക്കുന്നത്. കാറ്റ് എന്നൊരു വിഷയത്തെ ആസ്പദീകരിച്ചുകൊണ്ട് ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ദൈവവചനം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ധാരാളം ആവർത്തി ഞാൻ ആ വാക്യം വായിക്കുകയും ധാരാളം സ്ഥലങ്ങളിൽ ആ വാക്യം ഉരുവിട്ട് പ്രസംഗിക്കുകയും എൻ്റെ അകത്ത് കർത്താവ് തന്നിട്ടുള്ള നിയോഗം എങ്ങനെയാണോ അങ്ങനെ ആ വചനം പല സ്ഥലങ്ങളിൽ കൈകാര്യം ചെയ്യാൻ കർത്താവ് എനിക്ക് സന്ദർഭമൊരുക്കിയിട്ടുണ്ട്. ഇന്ന് പകൽ നിങ്ങളോട് പറയാനും എൻ്റെ അകത്ത് കർത്താവ് ഒരു നിയോഗം തന്നതുകൊണ്ട് ഞാൻ ആ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധകൾ തിരിക്കുകയാണ്. ഏതാണ്ട് 4 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. 1.25 മണിക്കകത്ത് 4 വാക്യം കൂടെ വിശദീകരിക്കാൻ നേരം കിട്ടും എന്നെനിക്ക് തോന്നുന്നില്ല. എന്നാലും 4 വാക്യങ്ങളെങ്കിലും പറയണമെന്ന് ആഗ്രഹിച്ചാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആ വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധകൾ നാം തിരിക്കാൻ പോകുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യമാണ് നമ്മുടെ പ്രാരംഭവാക്യം. കാറ്റെന്ന വിഷയത്തെ ആസ്പദീകരിച്ചാണ് നമ്മുടെ പ്രസംഗം പോകുന്നത് കൊണ്ട് ഒരു മുഖവുര ആവശ്യമാണ്. വേദപുസ്തകത്തിലെ കാറ്റുകളെ 2ആയിട്ട് നമുക്ക് തരംതിരിച്ച് പഠിക്കാൻ പറ്റും. ഒന്നാമത്തെ കാറ്റ്, വേദപുസ്തകം പറയുന്ന 1-ാമത്തെ ഭാഗം പ്രതികൂലമായ കാറ്റുകളാണ്. ഈ പ്രതികൂലമായ കാറ്റുകൾ എവിടെല്ലാം ജനം നേരിടേണ്ടി വന്നിട്ടുണ്ടോ അവിടെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നിട്ടുണ്ട്. ആമേൻ. സത്യത്തിൽ ഞാനതിലൊരു നല്ല ആമീൻ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ നിങ്ങളൊരു നല്ല ആമീൻ പറഞ്ഞില്ല. ഇത്രയും പേരുടെ നല്ലൊരു ആമീൻ പറയുമായിരുന്നെങ്കിൽ ഇവിടെ ഒന്ന് ഞെടുങ്ങിയാണേ. ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ. അപ്പോൾ പ്രതികൂലമായ കാറ്റുകളാണ് വേദപുസ്തകത്തിൻ്റെ പ്രഥമമായ ഭാഗങ്ങൾ. പ്രതികൂലമായ കാറ്റുകൾ എവിടെ അടിച്ചിട്ടുണ്ടോ, അത് പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും പ്രതിസന്ധികളിലൂടെ ആരെങ്കിലുമൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ദൈവിക കരത്തിൻ്റെ പരിചരണം അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ അനുഭവമാണത്. യേശുവിൻ്റെ രക്തം ചെയ്യാം. വലിയ കൊടുങ്കാറ്റും ചുഴലിക്കാറ്റുമൊക്കെ നമ്മെ പറപ്പിച്ചുകൊണ്ട് പോകും എന്ന രീതിയിൽ അടിച്ച കാറ്റുകളുടെ നടുവിൽ കുലുങ്ങാതെ നിൽക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കഴിവല്ല, പ്രാപ്തിയല്ല, മിടുക്കല്ല, ബലമല്ല, അവിടുത്തെ കൃപയാണ്. ആ കൃപ അനുഭവിച്ചിട്ടുള്ള എത്ര ദൈവമക്കൾ ഇവിടെ ഉണ്ട്? അത് അനുഭവിക്കുന്നവർക്ക് ഇന്ന് പകൽ ഇവിടെ വെറുതെ ഇരിക്കാൻ പറ്റില്ല, മിണ്ടാതിരിക്കാൻ പറ്റില്ല. ഇതൊരു സാധാരണ സമയമല്ല. ഇന്ന് പകലിൽ ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ വ്യാപരിക്കുന്ന ദൈവശക്തി അത് സാധാരണമല്ലാത്തത് കൊണ്ട്, അത് അസാധാരണമായതുകൊണ്ട്
ഈ പകൽ പ്രശ്നങ്ങളിലൂടെ സഞ്ചരിക്കുന്ന, വേദനകളിലൂടെ യാത്ര ചെയ്യുന്ന, ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്ന, നിന്ദകൾ, ആമേൻ, അപമാനങ്ങൾ അനുഭവിക്കുന്ന ദൈവത്തിന്റെ പൈതല്, അടുത്ത ചില നിമിഷങ്ങൾക്കകം എന്റെ ദൈവം നിനക്ക് വേണ്ടി തന്റെ കാര്യം എത്ര ദൈവമക്കൾക്ക് ആ വചനം അങ്ങനെ ഒന്ന് ഏറ്റെടുക്കാൻ പറ്റും? പ്രതികൂലങ്ങൾ ആമേൻ അല്ല വലുത്, എന്റെ ദൈവമാണ് വലുത്. പ്രശ്നങ്ങളല്ല വലുത്, എന്റെ ദൈവമാണ് വലുത്. വിഷയങ്ങളല്ല വലുത്, എന്റെ ദൈവമാണ് വലുത്. പ്രശ്നങ്ങളായിരുന്നു വലുതെങ്കിൽ ഈ പുൾപിറ്റിൽ ഞാൻ കാണുകയില്ലായിരുന്നു. പ്രശ്നങ്ങളായിരുന്നു വലുതെങ്കിൽ ഈ പുൾപിറ്റിൽ പ്രസംഗകനായിട്ട് ഞാൻ ഉണ്ടാകുകയില്ലായിരുന്നു. പ്രശ്നമല്ല വലുത്, യേശുവാണ് വലുത്. അഭിഷക്തന്മാരെ, പ്രശ്നമല്ല വലുത്, യേശുവാണ് വലുത്. 2021 ജനുവരി മാസം 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ ഞാൻ കടന്നുപോയ, ഞങ്ങൾ കുടുംബമായി കടന്നുപോയ പ്രതിസന്ധി ചെറുതല്ല. തീ ശോധന എന്നൊക്കെ പറഞ്ഞാൽ, തീക്കകത്തൂടെ കയറി ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ അത് അനുഭവിച്ചവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ വീട്ടിൽ ഓടിക്കളിച്ച് ഏതാണ്ട് 10 വർഷം ഞങ്ങളുടെ വീടിനകത്ത് ഞങ്ങളോട് ചേർന്ന്, ഞങ്ങളുടെ പാഴ്സനേജുകളിൽ ഞങ്ങളോട് ചേർന്ന് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ഞങ്ങളുടെ 10 വയസ്സുള്ള മകള് ജനുവരി മാസം 1-ാം തീയതി രോഗിയായിട്ട് മാറുന്നു. ഏതാണ്ട് ഉച്ചയ്ക്ക് 11:30 മണിക്ക് ദൈവത്തിന് സ്തോത്രം, എൻ്റെ മകള് കോവിഡ് ബാധിക്കപ്പെട്ടവളാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആമേൻ. ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം സ്തോത്രം വീണ്ടും പരിശോധനകൾ നടക്കുമ്പോൾ ആമേൻ ഡോക്ടേഴ്സ് സ്ഥിരീകരിച്ചു, ആമേൻ 700-ലധികം ഷുഗർ എൻ്റെ മകളുടെ ശരീരത്തിലുണ്ട്. ആ ഷുഗറും കോവിഡും കൂടെ സമ്മേളിച്ചിട്ട് അവളുടെ 2 കിഡ്നിയും ഫെയിലിയറായി. ആമേൻ. ബ്രെയിനകത്തേക്ക് അത് പ്രവേശിക്കപ്പെട്ടു, ശരീരമാസകന ഇൻഫെക്ഷനായി. ഇതൊക്കെ 4 ദിവസം കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. മരുന്നിനോട് പ്രതികരിക്കാതെ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ ആശുപത്രിക്കകത്ത് എൻ്റെ മകൾ കിടക്കുമ്പോൾ സാത്താൻ എന്നോട് പറഞ്ഞു, ഉപദേശി, നിന്റെ രോഗശാന്തി എന്തിയേടാ, നിന്റെ പ്രസംഗം എന്തിയേടാ, നിന്റെ പ്രവചനം എന്തിയേടാ, നീ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ലേ, നിന്റെ മകളെ കൂടെ നീ ഒന്ന് എഴുന്നേൽപ്പിച്ചോണ്ട് വാടാ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുമ്പോൾ ലിറ്ററലി പരിശുദ്ധാത്മാവിൻ്റെ അടുത്തേക്ക് വന്നേച്ച് എന്നോട് പറഞ്ഞു, ഞാനാ നിന്നെ വേലയ്ക്ക് വിളിച്ചത്, ഞാനാ നിന്നെ വേലയ്ക്ക് വിളിച്ചത്. വാ തുറന്ന് ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കണം. ഞാനാ നിന്നെ വേലയ്ക്ക് വിളിച്ചത്. നിന്റെ മകൾ സൗഖ്യമായാലും ഇല്ലെങ്കിലും ഞാൻ വിശ്വസ്തനായ ദൈവം. ഹല്ലേലൂയ. താങ്ക് യു ഫാദർ. 4-ാം തീയതി രാത്രി ഏതാണ്ട് 10:55 ആയപ്പോൾ ഞങ്ങളുടെ കുഞ്ഞ് അവൾ പ്രിയം വെച്ച കർത്തൃ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. 5-ാം തീയതി ഉച്ചയ്ക്ക് ഏതാണ്ട് 12:30 മണിക്ക് ആമേൻ കോവിഡ് ബാധിച്ച എൻ്റെ കുഞ്ഞിനെ ഒറ്റ പ്രാവശ്യം മാത്രമേ അപ്പനായി എനിക്ക് കാണുവാൻ കഴിഞ്ഞുള്ളൂ. ഒരു കണ്ണാടിക്കൂടിനപ്പുറത്ത് എൻ്റെ കുഞ്ഞ് മരിച്ചു കിടക്കുന്നത് ഒരാവർത്തി മാത്രം കണ്ട് ഞാൻ മടങ്ങുമ്പോൾ ദൈവത്തിന് സ്തോത്രം, എൻ്റെ കുഞ്ഞിനെ ഒന്ന് തഴുകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അവിടെ തലയിലൊന്ന് കരം വെച്ചേച്ച് അവളോടൊന്ന് യാത്ര പറയണമെന്ന് എനിക്ക് ആവേശമുണ്ടായിരുന്നു, ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ കോവിഡ് എന്ന മഹാമാരി അതിനെന്നെ സമ്മതിച്ചില്ല. യുദ്ധത്താൽ ജയമെടുക്കുന്നു. എൻ്റെ കുഞ്ഞൊറ്റയ്ക്ക് ആ മുറിക്കകത്ത് കണ്ണാടിക്കൂടിനകത്ത് അവളിങ്ങനെ കിടക്കുമ്പോൾ ചങ്ക് തകർന്നവനായിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വഴിമാറിപ്പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. അലറിക്കരയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ അലറിക്കരഞ്ഞാൽ എൻ്റെ പിന്നിൽ നിൽക്കുന്നവരാരും ദൈവത്തിന് സ്തോത്രം അവർക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ആമേൻ സ്തോത്രം കരച്ചിലിനെ പിടിച്ചടക്കിക്കൊണ്ട് ഞാൻ ആ മുറിക്കകത്തുനിന്ന് പുറത്തേക്ക് വരികയാണ്. പിന്നീട് എൻ്റെ കുഞ്ഞിനെ എൻ്റെ കയ്യിലേക്ക് ലഭിക്കുന്നത് ആമേ തുണിക്കകത്ത് ചുറ്റിക്കെട്ടി മുഖം വരെ പൊതിഞ്ഞ് ഒരു PP കിറ്റിനകത്തേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ എൻ്റെ കൈവശം കൊണ്ട് തരികയാണ്. അവളെ കുഞ്ഞിനെ അന്ന് രാത്രി മോർച്ചറിക്കകത്തേക്ക് ആമേൻ ആ ബോഡി സൂക്ഷിച്ചിട്ട് രാത്രി ഞാൻ വീട്ടിലേക്ക് പോയി. രാവിലെ കാലം തിരിച്ചു വന്ന് പേപ്പറുകളെല്ലാം ക്രമീകരിച്ച് എൻ്റെ കുഞ്ഞിൻ്റെ ശരീരം അവിടെ നിന്ന് ഏറ്റുവാങ്ങിക്കൊണ്ട് തിരുവല്ല മുനിസിപ്പാലിറ്റിയുടെ ക്രിമിറ്റോറിയത്തിനകത്തേക്ക് പോയപ്പോൾ പിശാച് എന്നോട് പറഞ്ഞു, കഴിഞ്ഞടാ, നിൻ്റെ കഥ കഴിഞ്ഞു. എവിടെ കഥ കഴിഞ്ഞെന്ന് സാത്താൻ അടിവരച്ചു കുത്തിട്ടോ അവിടുന്ന് തുടങ്ങിയതാണ് എൻ്റെ മിനിസ്ട്രിയുടെ അടുത്ത ലെവല്.
യേശുവിൻ്റെ രക്തം ജയമെടുക്കുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരോട്, ദൈവമക്കളോട്, അഭിഷക്തന്മാരോട്, കുടുംബങ്ങളോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ളൊരു ദൈവശബ്ദം: എവിടെ പിശാച് അടി വരച്ച് കുത്തിടുമോ അവിടെ ദൈവം ചിലത് ആരംഭിക്കും. അവിടെ ദൈവം ചിലത് ആരംഭിക്കും. വിശ്വസിക്കുന്ന എത്ര പേർ ഇവിടെ ഉണ്ട്? അവിടെ എന്റെ ദൈവം ചിലത് ആരംഭിക്കാൻ. പാസ്റ്ററിനെയും ശുശ്രൂഷകനായിട്ട് ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന സംഘടനയിലാണ് ഞാൻ. ആ സംഘടനയുടെ ഒരു ഓർഡൈൻ പാസ്റ്ററാണ്. ദൈവത്തിന് സ്തോത്രം. പാസ്റ്ററിനെയും സഭാചാർജിൽ തുടരുമോ, ശുശ്രൂഷിക്കാൻ വരുമോ, ബൈബിൾ എടുത്തുകൊണ്ട് തനിക്ക് വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച പാസ്റ്റേഴ്സ് ഉണ്ട്. ആമേൻ. അവരുടെ നടുവിൽ ദൈവത്തിന് സ്തോത്രം. ദൈവം എന്നെ നിർത്തിയതിനായി സ്തോത്രം. യേശോപ്പൻ എന്നെ നിർത്തിയതിനായി സ്തോത്രം. എൻ്റെ കുഞ്ഞിൻ്റെ പച്ചമാംസം 2.5 മണിക്കൂറാണ് ക്രിമിറ്റോറിയത്തിനകത്ത് കത്തിയെരിഞ്ഞത്. അത് ആ 2.5 മണിക്കൂർ അവിടെ നിന്ന് കാണേണ്ടി വന്ന ഒരു നിസ്സഹായനായ സുവിശേഷകനാണ് ഞാൻ. ആമ എൻ്റെ കുഞ്ഞിൻ്റെ പച്ചമാംസം ഏതാണ്ട് 2.5 മണിക്കൂർ കത്തിയെരിയുമ്പോൾ ചിരട്ടക്കരി ഉരുകി നിലത്തേക്ക് വീഴുന്നത് പോലെ ആമീൻ ഉരുകി നിലത്തേക്ക് വീഴുമ്പോൾ പൈശാചിക മണ്ഡലങ്ങൾ ക്രിമിറ്റോറിയത്തിനകത്ത് സംഘം ചേർന്നിറങ്ങി വന്നിട്ട് എന്നെ ചെവിക്കകത്തേക്ക് ആക്രോശിച്ചു. കണ്ടോ നിന്റെ കുഞ്ഞ് കത്തുന്നത്? കണ്ടോ നിന്റെ ദൈവം എവിടെയടാ? എവിടെ നിന്നെ വിളിച്ചെന്നൊക്കെ പറയുന്ന ദൈവം എവിടെ എന്ന് ചോദിച്ചെന്നോട് അലറുമ്പോൾ ആ ക്രിമിറ്റോറിയത്തിനകത്തേക്ക് ഇറങ്ങി വന്ന ദൈവശക്തി എന്നോട് പറഞ്ഞു: ഞാൻ നിന്റെ അരികിൽ തന്നുണ്ട്, അരികിൽ തന്നുണ്ട്. വിശ്വസിക്കുന്നവർ ആധരം തുറക്കണേ. ഇന്ന് പകൽ നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂട്ടത്തിൽ, നിന്റെ കൂടെ ഒരുത്തനുണ്ട്. ഇന്ന് പകൽ ഇതിനകത്ത് ഒരു അസാധാരണ ദൈവശക്തി ചലിക്കുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ഈ ആലയത്തിൽ മാത്രമല്ല, ഇതിന്റെ പുറത്ത്, ഈ ദേശത്ത് ഒരു അസാധാരണ ദൈവശക്തി ഇതിനകത്ത് ചലിക്കുകയാണ്. ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 5-ാം തീയതി രാവിലെ എൻ്റെ സ്തോത്രം വൈഫ് കോവിഡ് ബാധിച്ച് ഗവൺമെൻറ് ക്വാറന്റൈൻ സെൻ്ററിൽ അഡ്മിറ്റ്. 5-ാം തീയതി രാവിലെ അവിടുത്തെ ഡോക്ടർ എന്നെ വിളിച്ചു പറയുന്നു: സർ, നിങ്ങളുടെ വൈഫിനെ എത്രയും വേഗം ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് നിങ്ങൾ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കഴിഞ്ഞ രാത്രി മുതൽ അവർ ആരോടും സംസാരിക്കുന്നില്ല, മിണ്ടുന്നില്ല, മരുന്ന് കഴിക്കുന്നില്ല. അവനൊരു ഊമയെ പോലെ കട്ടിലിൽ കയറിയിരുന്ന് മുട്ടിൽ കെട്ടിപ്പിടിച്ച് അവര് ആരോടും മിണ്ടാതെ, കരയാതെ, ഒന്നും ചലിക്കാതെ, മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. മെഡിക്കൽ ശാസ്ത്രത്തിൻ്റെ നിഗമനമനുസരിച്ച് അവർ മാനസിക രോഗിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. മാനസിക രോഗികളെ ചികിത്സിക്കുന്ന സ്ഥലം ഇതല്ല, അവരെ വേഗം ഇവിടുന്ന് കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു, എൻ്റെ ഭാര്യ മാനസിക രോഗി അല്ല സർ. ആമേൻ. എൻ്റെ വൈഫ് അങ്ങനെ പ്രതികരിച്ചിട്ടില്ല എങ്കിൽ, പ്രതികരിക്കാതെ ഇരിക്കുന്നെങ്കിൽ കഴിഞ്ഞ രാത്രി ഞങ്ങളുടെ കുഞ്ഞ് മരിച്ചുപോയി എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ആമേൻ. ആ ഡോക്ടറിനോട് പറഞ്ഞു: സാർ, ഞങ്ങളോടത് പറഞ്ഞില്ല, നിങ്ങൾ എത്രയും വേഗം മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ദൈവത്തിന് സ്തോത്രം. മാനസിക രോഗിയായൊരു ഭാര്യ, ആമേൻ, അവളെ താങ്ങിക്കൊണ്ട് സുവിശേഷ വേലയ്ക്ക് പോകേണ്ടി വരുമല്ലോ എന്നൊരു ചിന്ത എൻ്റെ അകത്ത് കത്തുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു: ഞാനാ നിന്നെ വേലയ്ക്ക് വിളിച്ചത്, ഞാനാ നിനക്ക് കുടുംബം തന്നത്, ഞാനാ നിനക്ക് കുഞ്ഞുങ്ങളെ തന്നത്. ആമേൻ. എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഇന്ന് പകൽ ഞാൻ ഇവിടെ ഈ സഭയ്ക്കകത്ത് ഇന്റർനാഷണൽ സിയോൺ അസംബ്ലി ചർച്ചിനോട് ദൈവവചനം ശുശ്രൂഷിക്കാൻ ഈ പള്ളിക്കകത്ത് നിൽക്കുമ്പോൾ ആമേൻ, എൻ്റെ സഹധർമ്മിണി ഞങ്ങളുടെ വീടിൻ്റെ 2ാമത്തെ നിലയിൽ ആമേൻ, അവൾ പ്രാർത്ഥനാ മുറിക്കകത്ത് മുഴങ്കാലും അടക്കി സ്തോത്രം ചെയ്യുന്ന സമയമാണ്. മാനസിക രോഗിയായിട്ടല്ല, മനസ്സിന് ബലമുള്ളവളായിട്ട്. ഇന്ന് പകൽ ഞാൻ ആത്മനിറവിലൊരു കാര്യം പറയാം. ആ പ്രശ്നം ഞങ്ങളുടെ നേർക്ക് വന്നത് കൊണ്ട് നൂറുകണക്കിന് കുടുംബങ്ങളെ നൂറുകണക്കിന് കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാൻ, നൂറുകണക്കിന് കുടുംബങ്ങളെ ബലപ്പെടുത്താൻ, നൂറുകണക്കിന് അമ്മമാരെ ആത്മാവിൽ പുറത്തെടുക്കാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ അകത്ത് ബലം തന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽ പ്രശ്നമല്ല വലുത്, യേശുവാണ് വലുത്. വിശ്വസിക്കുന്നവരെ കരങ്ങൾ തൂക്കി ഒരു നല്ല ഹല്ലേലൂയ.
ഒന്നാമത്തെ കാറ്റ് പ്രതികൂലമായ കാറ്റാണ്. രണ്ടാമത്തെ കാറ്റ് അനുകൂലമായ കാറ്റാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഇവിടുത്തെ ക്ലോക്കിൽ ഏതാണെന്ന് ശരിയെന്നും തെറ്റെന്നും എനിക്കറിയില്ല. മുൻപിലിരിക്കുന്ന വലിയ ക്ലോക്ക് എന്നെ ആമേൻ കണ്ണുരുട്ടി കാണിക്കുകയാണ്. എത്രയോ യോഗങ്ങൾ കേട്ട ക്ലോക്കാണ്, പക്ഷേ ഇതുവരെ മാനസാന്തരപ്പെട്ടില്ല. ഇച്ചിരി പുറകോട്ട് നിന്നൊന്ന് ഓടിയാൽ മതിയായിരുന്നെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഈ ക്ലോക്ക് ഇച്ചിരി അനുസരണയുള്ള ക്ലോക്കാണ്, അത് ഇച്ചിരി മാനസാന്തരപ്പെട്ട ക്ലോക്കാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ഇത് ക്ലോക്ക് അല്ലല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ സ്തോത്രം. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ നിർത്തുമ്പം യോഗം തീർന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നിങ്ങൾ പ്രാർത്ഥനയോടിരിക്കൂ. എൻ്റെ വാച്ച് കൃത്യമാണ്. 11:30 ആയിട്ടേ ഉള്ളൊരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചു കേൾക്കൂ. വേഗം നാം മുൻപോട്ട് പോകുന്നു. അനുകൂലമായ കാറ്റുകൾ എന്നൊരു ഭാഗത്തിലാണ് നമ്മുടെ വചനധ്യാനം ആരംഭിക്കുന്നത്. ഒന്നാമത്തെ കുറിവാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. എന്നെ ശ്രദ്ധിച്ചിരിക്കണം, എല്ലാവരും എന്നെ നോക്കിയിരിക്കണം. ഒന്നാമത്തെ വാക്യം യോബിൻ്റെ പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യമാണ്. ആ വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല, എങ്കിലും കാറ്റ് കടന്ന് അതിനെ തെളിവാക്കുന്നു. ഞാൻ പ്രതീക്ഷിച്ച ഒരു നല്ല ആമീൻ നിങ്ങൾ പറയുമെന്ന്. നിങ്ങളൊരു നല്ല ആമീൻ പറയാത്തത് കൊണ്ട് ഞാൻ ഒന്നുകൂടെ ആ വാക്യം പറയും, നിങ്ങളൊരു ആമീൻ പറയണം. ആമീൻ. ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല, എങ്കിലും കാറ്റ് കടന്ന് അതിനെ തെളിവാക്കാൻ പോകുന്നു. ഇന്ന് പകൽ ആമേൻ ഈ സഭയ്ക്കകത്തിരിക്കുന്ന ദൈവമക്കളോട്, ദൈവദാസന്മാരോട് പരിശുദ്ധാത്മാവിന് പ്രാരംഭം പറയാനുള്ള ദൈവശബ്ദം ഇതാണ്: ഇതുവരെ തെളിയാതെ കിടക്കുന്നത്, ഇന്നുവരെ തെളിയാഞ്ഞത്, ഇന്നുവരെ തെളിയാതെ മറഞ്ഞ് കിടന്ന ചിലത് ഈ ആമേൻ ഇന്റർനാഷണൽ സിയോൻ അസംബ്ലിയുടെ 61ാമത്തെ ജനറൽ കൺവെൻഷന്റെ പകൽ ആമേൻ ആരാധന യോഗത്തിൽ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ തെളിയാത്ത ചിലതിനെ എനിക്ക് വേണ്ടി തെളിയിച്ചു തരും എന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെ ഉണ്ട്? ഇതുവരെ തെളിയാത്തത്, ഇതുവരെ തെളിയാതെ കിടന്നത് ശബ്ദമുയർത്തി ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇയ്യോബ് ആമേൻ തൻ്റെ പ്രശ്നങ്ങളിലൂടെ സഞ്ചരിച്ചു മുൻപോട്ട് പോകുമ്പോൾ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇയ്യോബ് തൻ്റെ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് ആകാശവിധാനത്തിലേക്ക് നോക്കുകയാണ്. ആകാശവിധാനത്തിലേക്ക് നോക്കുമ്പോൾ ആകാശവും തൻ്റെ മുൻപിൽ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് വെളിച്ചം പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത നിലയിൽ ആമേൻ അങ്ങനെ നിൽക്കുകയാണ്. ഇരുളടഞ്ഞ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ആകാശ വിരുവിനെ നോക്കി ഈ ഭക്തൻ ആത്മനിറവിൽ ദൈവത്തിന് സ്തോത്രം ആമേ പറഞ്ഞ ഒരു ഭാഗമാണ് നാം ഇന്ന് പകൽ ധ്യാനിക്കാൻ തുടങ്ങുന്നത്. അവിടെ എഴുതിയിരിക്കുക: ഇപ്പോൾ ആമേൻ, ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല, എങ്കിലും ഒരു കാറ്റ് എനിക്ക് വേണ്ടി കടന്നു വരുന്നുണ്ട്. അതിന്ന് പകൽ എനിക്ക് വേണ്ടി ചില ഇരുട്ടുകളെ വഴിമാറ്റത്തക്ക നിലയിൽ, ചിലത് പ്രകാശിപ്പിക്കത്തക്ക നിലയിൽ, ചിലത് പ്രകാശിക്കത്തക്ക നിലയിൽ ദൈവം അതിനെ തെളിയിക്കാൻ യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. ഇന്ന് പകൽ എനിക്ക് വേണ്ടി ദൈവം ഒരു കാറ്റിനെ അയച്ച് ദൈവം എനിക്ക് വേണ്ടി ആമേൻ ചിലത് തെളിയിച്ചു തരും എന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെ ഉണ്ട്? ഇന്ന് പകൽ ദൈവം നിനക്ക് വേണ്ടി ചിലത് തെളിയിച്ച് നിന്റെ മുഖത്തെ ആദരിക്കും എന്ന്. സ്തോത്രം. ഞാൻ ആ വാക്യം കുറച്ചുകൂടെ ഗൗരവമായിട്ട് പഠിച്ചപ്പോൾ ആ വാക്യത്തിൽ 2 വശങ്ങളാണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ വശമെന്ന് പറയുന്നത് ദൈവത്തിന് സ്തോത്രം, ആ വാക്യത്തിൻ്റെ പ്രാരംഭ ഭാഗമാണ്. ആ പ്രാരംഭ ഭാഗം വായിച്ചാൽ ഏത് ഭക്തനും തൻ്റെ ഊർജം നഷ്ടപ്പെട്ടവനായി ആമേൻ പിറകോട്ട് പോകാൻ സാധ്യതയുള്ള ഒന്നാമത്തെ ഭാഗമാണ്. ദൈവത്തിന് സ്തോത്രം. അതാ ഒന്നാമത്തെ ഭാഗം, അത് പരിശുദ്ധാത്മാവ് മറക്കാതെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ആമേൻ. ആ വശത്ത് അവിടെ എഴുതിയേക്ക്: ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണാൻ വയ്യ, കാണുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴത്തെ ഈ പ്രസന്റ്
ടൈം എന്ന് പറയുന്നത് ദൈവത്തിന് സ്തോത്രം യാതൊരുവിധ സാധ്യതകളും ഇല്ലാത്ത ഒരു സന്ദർഭത്തിലാണ്. ഒരു സാധ്യതയുമില്ല. പക്ഷെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, സാധ്യതകളില്ലെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റിയാൽ, വിശ്വാസം അകത്തൊന്ന് ശക്തിപ്പെട്ടാൽ, സാധ്യതകളില്ലെങ്കിലും വിടുതലുകൾ നടക്കും. സാധ്യതകളില്ലെങ്കിലും വിടുതലുകൾ നടക്കും. പോരാ പ്രിയരെ, ശക്തിയോടെ സാധ്യതകളില്ല, ഒരു സാധ്യതയുമില്ല, പക്ഷേ ഒരു വിടുതൽ നടക്കും. ഒരു വിടുതൽ നടക്കും യേശുവിന്റെ നാമത്തില്. നിങ്ങൾ കാറ്റ് കാണത്തില്ല, നിങ്ങൾ മഴ കാണത്തില്ല, പക്ഷേ കുഴികൾ വെട്ടിക്കോ, ഞാൻ ആ കുഴിയെ നിറയ്ക്കാൻ പോകുകയാണ്. യേശുവിന്റെ രക്തം ജയമെടുക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിലേക്ക് നോക്കുമ്പോൾ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ യാതൊരു വിധത്തിലും ഈ ഭക്തന് മുൻപോട്ട് കയറി കുതിച്ചു പോകാൻ പറ്റാത്ത ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഞാൻ വിചാരിച്ചു ഇവൻ അത് വായിച്ച് പറഞ്ഞു കഴിഞ്ഞ് പുറകോട്ട് പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അടുത്ത ഭാഗം വായിച്ചപ്പോഴാണ് എൻ്റെ അകത്തൊരാവേശമുണ്ടായത്. ആമേൻ. ഇപ്പോഴത്തെ സിറ്റുവേഷനെ നോക്കിയേച്ച് ഈ ഭക്തൻ പറയാ, എങ്കിലും ഇപ്പോഴത്തെ സിറ്റുവേഷൻ മോശമാണെങ്കിലും, ഇപ്പോഴത്തെ സ്ഥിതി വളരെ ദയനീയമാണെങ്കിലും, വിടുതൽ നടക്കാൻ സാധ്യതയില്ലെങ്കിലും, അത്ഭുതത്തിന് ചാൻസ് ഇല്ലെങ്കിലും, എങ്കിലും ഇന്ന് പകൽ എങ്കിലും എന്ന വാക്ക് ഒന്ന് ഉരുവിടാൻ എത്ര ദൈവമക്കൾക്ക് കഴിയും? അവൻ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും എങ്കിലും എന്ന് പറഞ്ഞേ ശബ്ദമുയർത്തി, എങ്കിലും ഈ മനുഷ്യൻ പറയാ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇങ്ങനത്തെ സ്ഥിതിയാണെങ്കിലും ആമേൻ, എങ്കിലും ഒരു കാറ്റ് എനിക്ക് വേണ്ടി കടക്കാൻ പോകുകയാണ്. പോരാ ശക്തിയോടെ ഹല്ലേലൂയ. എങ്കിലും ഒരു കാറ്റ് കടക്കും. എത്ര പേർക്ക് വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? ദൈവം ഒരു വിടുതൽ എനിക്ക് വേണ്ടി അയക്കും. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. വേദപുസ്തകത്തിൽ എങ്കിലും എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ള ഏതാണ്ട് 90-ലധികം വാക്യങ്ങൾ ഞാൻ എൻ്റെ ഉപവാസം പ്രാർത്ഥനാ സമയത്ത് പ്രാർത്ഥനാ മുറിക്കകത്ത് കർത്താവ് എനിക്ക് ധ്യാനിക്കാൻ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. 90-ലധികം വാക്യങ്ങളുണ്ട്. ആമേൻ. ഞാനൊരു 5 വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പോവാണ്. 5 വാക്യം കുറിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്. ഒന്നാമത്തെ വാക്യം 2 ദിനവൃത്താന്തം 20-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യമാണ്. 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. രണ്ടാമത്തെ വാക്യം ഹബക്കുക്ക് പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യമാണ്. 3-ാമത്തെ വാക്യം ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗമാണ്. 4-ാമത്തെ വാക്യം 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യമാണ്. 5-ാമത്തെ വാക്യം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യമാണ്. ഇനിയും ധ്യാനിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വാക്യം കിട്ടും. ഞാൻ ധ്യാനിച്ചപ്പോൾ 90-ലധികം വാക്യം കിട്ടി. നിങ്ങൾ ധ്യാനിച്ചാൽ 100-ലോ 150-ലോ അധികം വാക്യങ്ങളൊക്കെ കിട്ടും. വീട്ടിൽ പോയിരുന്ന് ധ്യാനിക്കണം, എന്നാലേ കിട്ടത്തുള്ളൂ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ചുമ്മാ കുത്തിയിരുന്ന് ധ്യാനിക്കണം. സ്തോത്രം എന്ന് പറഞ്ഞാൽ എവിടെ എടുത്ത് എറിഞ്ഞാലും അഭിഷക്തന്മാരെ 4 കാലം നിൽക്കാനുള്ള സാധനം നമ്മുടെ കൈ വേണം. എവിടെ എടുത്ത് എറിഞ്ഞാലും. നിങ്ങളില്ലെങ്കിൽ സാധാരണക്കാരല്ല കേട്ടോ. നിങ്ങളുടെ മേൽ കൈവച്ച് ദൈവദാസന്മാർ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കണ്ടത് നിങ്ങളുടെ മേൽ ഒരു അസാധാരണ അഭിഷേകം വെക്കുന്നതാണ്. ഓ, അപ്പൊ എവിടെ എടുത്തെറിഞ്ഞാലും നമ്മൾ 4 കാലം നിൽക്കണം. ആമേൻ. ഏത് സിറ്റുവേഷനിലും. അപ്പോൾ
നിങ്ങളങ്ങ് ധ്യാനിച്ചോണം. നിങ്ങളെ ഈ സഭയെ സംബന്ധിച്ച്, ഇത് ഒരു പൊതുസഭയാണല്ലോ, സഭയെ സംബന്ധിച്ച് നിങ്ങൾ ബെരോവേലെ വിശ്വാസികളെ പോലെ ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ബെരോവേലെ വിശ്വാസികളുടെ പ്രത്യേകത എന്തായിരുന്നു? അവര് പ്രസംഗം കേട്ടേച്ച് വീട്ടിൽ പോയി മാണ്ട് കിടന്ന് ഉറങ്ങത്തില്ല. അവര് പ്രസംഗം കേട്ടേച്ച് വീട്ടിൽ ചെന്നിട്ട് അത് അങ്ങനെ തന്നെ ആണോ എന്ന് നോക്കിയിട്ടേ ബൈബിള് മാറ്റി വെക്കുള്ളൂ. നമ്മളെല്ലാം അങ്ങനെ തന്നെ ആണെന്നും പറഞ്ഞ് വിഴുങ്ങിയേച്ച് കിടന്നുറങ്ങുക. എല്ലാം അങ്ങനെ തന്നെ ഒന്നും അല്ല പ്രിയരെ, എല്ലാം അങ്ങനൊന്നും അല്ല. അങ്ങനെ അല്ലാത്തതൊക്കെ അങ്ങനെ അല്ലെന്ന് പറയാനുള്ള ചങ്കൂറ്റവും കൂടെ കാണിക്കണം. പക്ഷേ അത് അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ ബെരോവേലെ വിശ്വാസികളാകാൻ ഈ ഇന്റർനാഷണൽ സിയോൻ അസംബ്ലിക്കാരെ ഞാൻ ഉത്സാഹിപ്പിക്കുകയാണ്. നിങ്ങൾ ഒന്നും വായിച്ചില്ലെങ്കിൽ ബൈബിൾ വായിക്കണം. ഞാൻ അന്ധകാരം, ബന്ധനം, മന്ത്രവാദം, പോരാട്ടം, കെട്ട കെടുതി എന്നൊക്കെ പറയുമ്പോൾ അന്യഭാഷ പറയാൻ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും വേഗം ആ കസേര അവിടെ വെച്ചേച്ച് പോകാം. ഞാൻ അങ്ങനെ പറയുകയില്ല. ഇന്ന് പകൽ ഞാൻ പറയുന്നത് ഇങ്ങനൊക്കെയാണ്. ഇങ്ങനെ പറയുമ്പോൾ 4 സ്തോത്രം പറയാൻ മനസ്സുണ്ടെങ്കിൽ ഇന്ന് പകൽ നമുക്ക് വിടുതല. ഇന്ന് പകൽ ഇവിടെ ഉയർത്തുന്നത് സാത്താനെ അല്ല, യേശുവിനെയാണ്. ഓ ഹല്ലേലൂയ. അപ്പൊ എങ്കിലും എന്ന വാക്കുപയോഗിച്ചിട്ടുള്ളിടത്തേക്ക് നമ്മുടെ ശ്രദ്ധകൾ തിരിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. എങ്കിലും എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചിട്ടുള്ളത്, ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ ആവശ്യത്തിന് ആദ്യം ഉപയോഗിച്ചിരിക്കുന്ന വാക്യങ്ങളിലേക്ക് ഞാൻ പോവുകയാണ്. 2 ദിനവൃത്താന്തം 20-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. ഞാൻ ആ വാക്യം പറയാം, ശ്രദ്ധിച്ചു കേൾക്കണം. അവിടെ ഇങ്ങനെ എഴുതിയേക്കുന്നേ, ആമേൻ, ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, എന്ത് ചെയ്യേണ്ടു എന്ന് അറിയുന്നതും ഇല്ല. എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. യേശുവിന്റെ രക്തം ജയമെടുക്കുന്നു. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് പകൽ ഇവിടെ ഉണ്ട്? എങ്കിലും ഈ രാജാവ്, യഹോശഫാത്ത് എന്ന രാജാവ്, 2 കാര്യമാണ് പ്രധാനമായിട്ട് ആ വാക്യത്തിൽ ഊന്നി പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾക്ക് ശക്തിയില്ല. ഞങ്ങൾക്ക് ശക്തിയില്ല. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ശക്തിയുമില്ല, എന്നാ ചെയ്യണ്ടെന്നുള്ള അറിവുമില്ല. ഒരു കാര്യം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും, കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിക്കാൻ പറ്റും. ഞാൻ ഇയാൾക്ക് ശക്തി ഇല്ലാത്തത് എന്നാന്നൊന്ന് പരതി പഠിച്ചു ബൈബിളിലെ. ഈ ചരിത്രം കൂടെ ചേർത്ത് വായിച്ചപ്പോൾ അയാൾക്ക് ശക്തിയില്ലെന്ന് ചുമ്മാ പറഞ്ഞതാണ്. ഞാൻ ഇയാളുടെ സൈന്യബഹുത്വത്തെ കുറിച്ച് പഠിച്ചപ്പം 10 ലക്ഷം കാലാള് മാത്രം അദ്ദേഹത്തിന്റെ പട്ടാളത്തിലുണ്ട്. 10 ലക്ഷം കാലാള് എന്ന് പറഞ്ഞാൽ നടന്നു പോയി യുദ്ധം ചെയ്യാൻ പ്രാപ്തിയുള്ള 10 ലക്ഷം. എന്തിനാ ഈ കൂടുതൽ? ഇത്ര മതിയല്ലോ. 4 സ്തോത്രം പറയാൻ നമുക്ക് പറ്റിയാൽ യുദ്ധം നമ്മൾ ജയിച്ചു. എന്തിനാ കൂടുതൽ? 10 ലക്ഷം കാലാൾ നടന്നു പോയി യുദ്ധം ചെയ്ത് തോൽപ്പിക്കേണ്ടവരെ തോൽപ്പിച്ച് മടങ്ങി വരാൻ കഴിവുള്ള 10 ലക്ഷം എണ്ണം. നല്ല വീരശൂര പരാക്രമികളായ 10 ലക്ഷം എണ്ണം അയാളുടെ പുറകിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുക. പിന്നെ കുതിരച്ചേവകരുണ്ട്, കുതിരപ്പടയുണ്ട്, ആയുധങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട്, പീരങ്കി. ഒരു വെട്ടോത്തി പോലും ഇല്ലാതെ ഇരിക്കുന്ന ഇരിപ്പാ നിങ്ങളുടെ ഇരിപ്പ്. അതിലൊരു വെട്ടോത്തി പോലും ഇല്ല വാസു. ഇതെല്ലാം ഉണ്ട് ഇയാളുടെ പുറകിൽ. മുഴുവൻ സജ്ജീകരണമുണ്ട്, മുഴുവൻ സജ്ജീകരണവും. ഇതെല്ലാം കൂടെ നിൽക്കുമ്പം ഇങ്ങനെ പറയാ ഞങ്ങൾക്ക് ശക്തിയില്ലെന്ന്. ഉള്ളതെല്ലാം മാറ്റി വെച്ചേച്ച് ഇല്ലെന്ന് പറഞ്ഞപ്പോ ദൈവം അങ്ങ് ശക്തനായി.
ഹല്ലേലൂയ. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഇന്ന് പകൽ ഇവിടെ നടക്കുന്ന ഈ യോഗ സ്ഥലത്ത് ദൈവം ഇറങ്ങിച്ചത് ചെയ്യാൻ പോകുകയാണ്. ശക്തിയില്ല. 10 ലക്ഷം കാലാള് മാത്രം. എൻ്റെ ഒരു അഭിപ്രായം, 10 ലക്ഷം പേര് നടന്ന് അങ്ങോട്ട് പോയച്ച് ഒരു 8 ലക്ഷം പേരെങ്കിലും തിരിച്ചു വരും. 2 ലക്ഷം ചത്താലും 8 ലക്ഷം ഉണ്ടല്ലോ, അപ്പോഴും ശക്തി ഉണ്ടല്ലോ. ഇങ്ങനെ പറയാ ഞങ്ങൾക്ക് ശക്തിയില്ല. 10 ലക്ഷം ഒന്നും അവിടെ അതൊന്നും ഒരു വിഷയമല്ല. 10 ലക്ഷം അടക്കം നിൽക്കട്ടെ. ഈ പുള്ളി പറയും നമുക്ക് കണ്ണുകൾ ഉയർത്താം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം അതാണ്, കണ്ണുകൾ ഉയർത്താൻ. യഹോശാഫാത്ത് പറയുന്നു, ഞാൻ കണ്ണുകൾ ഉയർത്തുകയാണ്. എത്ര ദൈവമക്കൾക്ക് സ്തോത്രം പറയാൻ പറ്റും? എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഇന്ന് പകൽ കണ്ണുകൾ തിരിച്ചിട്ടുള്ള ആരും ആമേൻ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് പോയപ്പോൾ ഇന്ന് വരെ തോറ്റു പോകാൻ ദൈവം സമ്മതിച്ചിട്ടില്ല. പോരാ പ്രിയരെ, ശബ്ദമുയർത്തിയ ഒരു ഹല്ലേലൂയ. ആമേൻ. കണ്ണുകൾ ഉയർത്തിയവരാരും ആമേൻ ഇരുന്ന സ്ഥലത്തു നിന്ന് എഴുന്നേറ്റപ്പോൾ ആമേൻ ഒറ്റപ്പെട്ടു പോകാനോ തകർച്ച അറിയാനോ സ്വർഗം അനുവദിച്ചിട്ടില്ല. കണ്ണുകൾ ഉയർത്തിയവർ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റപ്പോ ഇന്ന് വരെ കാണാത്ത ചില വിടുതലുകൾ അവരുടെ മേൽ വ്യാപരിക്കുന്നത്, ഇന്ന് വരെ ചലിക്കാത്ത ചില ദൈവപ്രവർത്തികൾ, ഇന്ന് വരെ വ്യാപരിക്കാത്ത ചില ദൈവിക ചലനങ്ങൾ ഓ ജീസസ്. ഞാന് ഈ കണ്ണുകൾ ഉയർത്തി എന്ന ഭാഗത്തോട് ബന്ധപ്പെട്ട് ഒറ്റ ഒരാളിനെ പരിചയപ്പെടുത്താം. ഒറ്റ ഒരാൾ, കമ്പി വാചകം പോലെ പറയത്തുള്ളൂ. ഒറ്റ ആളിനെ. ആ ആള് യാബോക്കിന്റെ തീരത്ത് മുട്ടുകുത്തിയ യാക്കോബ. ഈ 20 വർഷം പേഴ്സണൽ പ്രയർ നഷ്ടപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു യാക്കോബ്. 20 വർഷമായിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല. എങ്ങനെ പ്രാർത്ഥിക്കും? ഈ വെട്ടിപ്പിടിക്കാനും തട്ടിപ്പറിക്കാനും ഒപ്പിച്ചെടുക്കാനും ഒക്കെ പോകുമ്പം പ്രാർത്ഥന അങ്ങ് മുടങ്ങുന്നത് അറിയത്തില്ല. സ്വോത്രം. ഈ നല്ല കാര്യം പറയുമ്പോൾ നിങ്ങൾ സ്വോത്രം പറയുന്നില്ലല്ലോ. കോവളത്തിരിക്കുന്നോണ്ടായിരിക്കും. ആമേൻ. ഈ തട്ടിപ്പറിക്കാനും ഒപ്പിച്ചെടുക്കാനും വെട്ടിച്ചെടുക്കാനും ഒക്കെ പോയാൽ നമ്മുടെ പ്രാർത്ഥന സ്വഭാവം അങ്ങ് പോകും. ഇന്ന് പകൽ ഞാനൊരു കാര്യം പറയാം, തട്ടിപ്പറിക്കണ്ട, ഒപ്പിച്ചെടുക്കണ്ട, വെട്ടിച്ചെടുക്കണ്ട. ആമേൻ. ഇതൊക്കെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി തരും എന്ന് വിശ്വസിച്ചാൽ ഈ മനുഷ്യൻ 20 വർഷം അപ്പനെ വരെ കളിപ്പിക്കേണ്ടി വന്നു. ഡാഡിയെ കളിപ്പിച്ചു, ബ്രദറിനെ കളിപ്പിച്ചു. സ്തോത്രം. ഈ കളിപ്പിച്ച് പുള്ളി അമ്മാച്ചൻ്റെ വീട്ടിൽ പോയി. അവിടെയും കളിപ്പിക്കാനൊരു പരിപാടി ഇണക്കിയായിരുന്നു. ഇളയ പൊങ്ങച്ചിനെ കണ്ണിറുക്കി കാണിച്ചു. അങ്ങേര് കയ്യോടെ പിടിച്ചു. അങ്ങേര് പറഞ്ഞു, മോനെ നിന്റെ കയ്യിൽ ഊടായ്പുണ്ടെങ്കിൽ ഊടായ്പിന് PhD എടുത്തവനാ ഞാൻ. അതുകൊണ്ട് അഭ്യാസം ഒന്നും ഇവിടെ എന്ത് ചെയ്യരുത്, ഇറക്കരുത്. സ്വതന്ത്രം. ഇനി മാത്രമല്ല, 4 ഭാര്യമാര്, 2 ഭാര്യയും 2 ദാസിമാര്, അപ്പൊ 4 ഭാര്യമാര്, അങ്ങനെ കൂട്ടണം. 4 ഭാര്യമാര്, 13 പിള്ളേര്. ഇനി മാത്രമല്ല കേട്ടോ, ആടിനെ വർദ്ധിപ്പിക്കാനായിട്ട് പുതിയ ടെക്നോളജി കണ്ടുപിടിച്ച ആളാണ് യാക്കോബ്. ആട് വർദ്ധിക്കാൻ ഈ ലാബാന്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് 3ഓ 4ഓ ആടയുള്ള അലക്കുന്ന ആട്, ചനയുള്ള ആട്, പാല് കൊടുക്കാത്ത ആട്, സ്വത്രാച്ചി ഇടാത്ത ആട്, ദശാംശം കൊടുക്കാത്ത ആട്, അങ്ങനെ 3ഓ 4ഓ എണ്ണ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. എല്ലാം ഇങ്ങനെ തൂങ്ങിയിരിക്കുക. ഞാൻ നിങ്ങളെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാം നിങ്ങൾ മര്യാദയ്ക്ക് സ്വോത്രം പറയണം. എല്ലാം ഇങ്ങനെ തൂങ്ങിപ്പിടച്ച് കൂന്നിപ്പിടച്ചിരിക്കുക.
അപ്പോഴേ ഈ പുള്ളി അങ്ങോട്ട് ചെല്ലുന്നത്. ഈ പുള്ളിക്കാരനാണെങ്കിൽ ഈ ആടുമായിട്ടൊരു ബന്ധമുണ്ടല്ലോ, ഈ കൃഷിയുമായിട്ട് കുറച്ച് ബന്ധമുള്ള ആളാണ്. അപ്പൊ ഈ പുള്ളി എന്ന് വെച്ചാൽ ആദ്യം ആട്ടുംകൂട്ടിലോട്ടാണ് നോക്കി. നമുക്ക് ബന്ധമുള്ള കാര്യത്തിലോട്ടാണല്ലോ ആദ്യം നമ്മുടെ കണ്ണു പോണേ. ചില സഹോദരിമാർ ചില വീട്ടിൽ ചെന്നാൽ അവിടെ ഉള്ള മുഴുവൻ ചെടി അവിടുന്ന് പറിച്ചോണ്ട് പോരും. അവരുടെ അനുവാദം കൂടാതെ ഒറ്റ ചെടി പറിച്ചേക്കരുത്. ചില പെണ്ണുങ്ങൾ അങ്ങോട്ട് കയറിയ ആന കരിമ്പങ്കാട്ട് കയറുന്ന പോലെ കയറി വെച്ച് മുഴുവനും പറിച്ചോടിച്ച് നശിപ്പിച്ചു പോരും. ഇവർ പോയി കഴിയുമ്പോൾ ആ വീട്ടുകാർ പറയുന്നു, എന്നാ നാശമൊക്കെ കാണിച്ചു വെച്ചാ നാശം പിടിച്ചോളൂ പോയെന്ന് പറയും. അത് പറയിപ്പിക്കണോ? കണ്ടോ? അപ്പൊ ഈ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യത്തിലോട്ടാണ് നമ്മുടെ കണ്ണ് ആദ്യം പോണേ. ഈ പുള്ളിയുടെ കാരണം നേരെ ആട്ടുംകൂട്ടിലോട്ട് പോയി. ആട്ടുംകൂട്ടിനകത്ത് എല്ലാം കുഴപ്പടി പിടിച്ച ആടാ, ഗുണമില്ലാത്ത ആട്, അലക്കാത്ത ആട്, സ്വോത്രം പറയാത്ത ആട്, എല്ലാം ഇങ്ങനെ കിടക്കുക. ഈ പുള്ളി അന്നേ തീരുമാനിച്ചു ഇതിനൊരു വ്യത്യാസം വരുത്തിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. പുള്ളി ഒരു ടെക്നോളജി കണ്ടുപിടിച്ചു. ഒത്തിരി പരിപാടി കണ്ടുപിടിച്ചിട്ടൊന്നും നടന്നില്ല. ഒരു ടെക്നോളജി അങ്ങ് എറിച്ചു. ആ എറിച്ച ടെക്നോളജി എന്നാണെന്നറിയോ? പുള്ളിയും മറുകുമുള്ള ആടിനെ ഉൽപ്പാദിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് പുള്ളി കണ്ടുപിടിച്ചു. അത് നടന്നു. യാക്കോബ് ഒരു സാധാരണക്കാരല്ല, ഒരു നല്ല എഞ്ചിനീയറാണ് പുള്ളി. കാര്യങ്ങൾ കണ്ടുപിടിച്ചു. അപ്പൊ ഇതെല്ലാം വർദ്ധിപ്പിച്ചു. ഇതെല്ലാം വർദ്ധിപ്പിച്ച് എല്ലാം സൂപ്പറാക്കി. പക്ഷെ പുള്ളിയുടെ ആത്മീകം പോയി. ദൈവകൃപ നഷ്ടപ്പെട്ടു. പുള്ളി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. സ്വന്തം വീട്ടിലോട്ടുള്ള യാത്രയിലാണ്. സകലതുമുണ്ട് കൂട്ടത്തിൽ കേട്ടോ. ആടുമാട് സമ്പത്തുകളെല്ലാം ഉണ്ട്. ആമേൻ. തള്ളയാടും പിള്ളയാടും ആമേൻ ചെമ്മരിയാടും കോലാടും എല്ലാം കൂട്ടത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഭാര്യമാര് കൂട്ടത്തിലുണ്ട്, മക്കളെല്ലാം കൂട്ടത്തിലുണ്ട്. അവരുടെ സംഖ്യക്കനുസരിച്ച് ഇങ്ങനെ ചേർത്ത് നിർത്തി ഒരു വലിയ ക്യൂ തന്നെ ഉണ്ട്. ഒരു വടിയോടുകൂടെയാണ് പുറപ്പെട്ടത്. പക്ഷെ ദൈവം എന്നെ രണ്ട് കൂട്ടമാക്കി. മടങ്ങിപ്പോവുക. ഈ മടങ്ങിപ്പോകുന്ന യാക്കോബ് സ്തോത്രം ഈ യാബോക്കിന്റെ തീരത്ത് വന്നു. യാബോക്കിന്റെ തീരത്ത് നിന്ന് അക്കരയിലോട്ട് നോക്കിയപ്പോൾ ഒരു വലിയ സമൂഹം ഇങ്ങോട്ട് വരുന്നതാണ് ഈ പുള്ളി കാണുന്നത്. അത് ആരാണെന്ന് പുള്ളി കണ്ണെ കൈവച്ച് നോക്കിയപ്പോഴാ കൃത്യം കാര്യം മനസ്സിലായത്. ചേട്ടനും കൂട്ടരുമാണ്. ചേട്ടനും കൂട്ടനും വാളും വടിയുമായിട്ട് തന്റെ നേരെ വരിക. ഇപ്പൊ പുള്ളിക്ക് മനസ്സിലായി ഇവിടെ ആടിനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്ന പണി നടക്കുകയില്ല, പണി കിട്ടും. ഇവിടെ ഒറ്റ പരിപാടി മൂട്ടേ നിന്നേ പറ്റത്തുള്ളൂ. യേശുവിന്റെ നാമത്തിൽ ആടിനെ മാടിനെ മക്കളെ ഭാര്യമാരെ എല്ലാം പുള്ളി അക്കരയിലോട്ട് കടത്തിയേച്ച് പുള്ളിക്കാരൻ ഇക്കരയിലോട്ട് വന്നേച്ച് പുള്ളി അവിടെ മുട്ടേ നിന്നു. എന്നിട്ട് അന്ന് രാത്രി ഒരു യുദ്ധം നടക്കുകയാണ്. ആമേൻ. പഞ്ചഗ്രന്ഥം എഴുതിയ മോശ ആമേൻ തന്റെ പുസ്തകമായ ഉൽപ്പത്തിക്കകത്ത് ആമേൻ ഈ യാക്കോബിനെ കുറിച്ച് എഴുതിയത് അവൻ മസിൽ പിടിച്ച് യുദ്ധം ചെയ്ത് ആമേൻ കായബലം കൊണ്ട് കാര്യം നേടിയെന്ന്. റസലിംഗ് എന്നൊക്കെ ഞാൻ വായിച്ചപ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ആടി നടക്കുക, പിടുത്തം നടക്കുക. പക്ഷെ ഈ ഹോശേയ പ്രവചനം വായിച്ചപ്പോഴാണ് എനിക്ക് കാര്യം വേറൊരു രീതി മനസ്സിലായത്. മോശ കായബലം കൊണ്ടാ ജയിച്ചെന്ന്, റസലിംഗ് അടിയാ ഇടിയാന്നൊക്കെ എഴുതിയപ്പം ഈ ഹോശേയ എഴുതി വെച്ചേക്ക് ആമേൻ യാക്കോബ് ജയിച്ചത് മസിൽ പവർ കൊണ്ടല്ല, കണ്ണുനീരിന്റെ പവർ കൊണ്ടാ. കരഞ്ഞവൻ ദൈവമുഖത്തേക്ക് നോക്കുകയാണ്. കണ്ണുനീര് കൊണ്ടൊരു വര വരച്ചു പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങേക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഈ ആലയത്തിനകത്തുനിന്ന് നീ എഴുന്നേറ്റ് പോകുന്നതിന് മുൻപ് നിന്റെ കണ്ണുനീർ ആമേ താരതാരയായി കവിൾത്തടത്തിലൂടെ ഒഴുകി അത് നിലത്തേക്ക് വരുമെങ്കിൽ ദൂതൻ അവനോട് പറയുന്നു, ഉഷസ്സുദിക്കുന്നു, എന്നെ വിടുക. അവൻ പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഇവിടുന്ന് പോകാൻ പറ്റിയില്ല. അവൻ ദൂതനുടനെ അവനോട് ഒരു ചോദ്യം ചോദിച്ചു, നിന്റെ പേരെന്ത്? അപ്പനോട് പറഞ്ഞ പേര്, ആധാർ കാർഡിലെ പേരൊന്ന്, പാസ്പോർട്ടിലെ പേരൊന്ന്, വീട്ടിൽ വിളിക്കുന്നതൊന്ന്. സ്തോത്രം. ഇങ്ങനെ ഒത്തിരി പേരുള്ള ആളാണ് യാക്കോബ്. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് ആമൻ ദൂതനെ മുഖത്തോട്ട് നോക്കിയിട്ട് അപ്പനോട് പറഞ്ഞ പേര് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഉടായിപ്പ് പിടിക്കുമെന്ന് മനസ്സിലായി. യാക്കോബ് പറഞ്ഞു, എൻ്റെ പേര് യാക്കോബ് എന്നാണ്. സ്തോത്രം. എന്നിട്ട് അടുത്ത ചോദ്യം, ഇനിയും മേലാൽ ആരോടെങ്കിലും കള്ളം പറയൂടാ? പുള്ളി പറഞ്ഞു, ഇനി മേലാ പറയത്തില്ല. ശരി, അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒരു വിടുതൽ നടക്കുക.
ഈ ഉഷസ്സുതിച്ചപ്പോൾ ഒരു വിടുതൽ നടക്കുക. ഇന്ന് മുതൽ നിന്റെ പേര് യാഹ് അക്കൂബ് എന്നല്ല, നിന്റെ പേര് ഇസ്രായേൽ എന്നാകും. ശബ്ദമുയർത്തി ഒരു ആമേൻ പറയണ്ടേ? യാക്കോബ്, യാക്കോബ് എന്ന പേര് അന്ന് ഉഷസ്സുതിച്ചപ്പോൾ മാറ്റി ദൂതൻ അവന്റെ മണ്ടക്കിട്ട പേര് ആമേൻ ഇസ്രായേൽ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഇനി ഇവിടുന്നാണ് എൻ്റെ മെസ്സേജിന്റെ ആഴം ഉള്ളത്. ആമേൻ. ഈ യാക്കോബ് ഇവിടുന്ന് എഴുന്നേറ്റ് ആമേൻ അക്കരെ കടന്നു ചെല്ലുമ്പോൾ അവിടെ എഴുതിയേക്കുന്നു, തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ തന്നെ എതിരേറ്റു ചെന്ന് അവൻ്റെ കഴുത്തിൽ വീണ് ആമേൻ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് അവിടെ ഭയങ്കര സമ്മേളനം നടക്കുക. എനിക്ക് യേശുവിനോടൊരു ചോദ്യമുണ്ട്. അങ്ങ് കൊല്ലുമെന്നും പറഞ്ഞല്ലേ വാളും വടിയും പിള്ളേരും ഒക്കെ ആയിട്ട് വന്നത്, എന്നെ പറ്റി ഒന്നും ചെയ്യുന്നില്ലേ? ഉടനെ ഈ പുള്ളി പറയുക, ഞാൻ യാക്കോബിനെ ആടാവേ നോക്കിയിരുന്നത്, വന്നത് ഇസ്രായേലാണെന്ന്. വിശ്വസിക്കുന്നവരാമേൻ വിശ്വസിച്ചോ, വിശ്വസിച്ചോ. ഇന്ന് പകല് ഈ യോഗം കഴിഞ്ഞ് ഇതിനകത്തുനിന്ന് ചിലർ എഴുന്നേറ്റ് പോകുമെങ്കിൽ പേരുമാറിയവരായി വിശ്വസിക്കാൻ പറ്റുന്ന എത്ര ദൈവമക്കൾ ഇവിടെ ഉണ്ട്? ഇന്ന് പകൽ ഇതിനകത്തു ചിലർ എഴുന്നേറ്റ് പോകുമെങ്കിൽ നിന്നെ കാത്തിരിക്കുന്നവർക്ക് യാക്കോബിനെ കണ്ടാ മതി. പക്ഷെ ചെല്ലുന്നത് യാക്കോബല്ല, ചെല്ലുന്നത് ഇസ്രായേൽ. നിന്നെ കാത്തിരിക്കുന്നവർ ലജ്ജിച്ച് തലകുനിച്ച് മടങ്ങും. പോരാ, ശബ്ദമുയർത്തണം, ദൈവത്തെ സ്തുതിക്കണം. ഇന്ന് പകൽ പരിശുദ്ധാത്മാ അഭിഷക്തന്മാരോടൊക്കെ പറയാൻ പറയുന്നൊരു ദൈവ ശബ്ദം. ഇതിനകത്തുനിന്ന് നിങ്ങൾ എഴുന്നേറ്റ് പോകുമ്പോൾ ആള് മാറിയവരായിട്ട് പോകും. പോരാ പ്രിയരെ, കരം രണ്ടും ഉയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറ. ദൈവം എന്നെ ഇതിനകത്തുനിന്ന് എഴുന്നേൽപ്പിച്ച് വിടുമ്പോൾ ഞാനൊരു അസാധാരണക്കാരനായിട്ട് ഇവിടുന്ന് പോകാൻ പോകുകയാണ്. നീ നിന്റെ വണ്ടിക്കകത്ത് കയറുമ്പോൾ, നിന്റെ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ, നിന്റെ പേഴ്സണേജ് ചെല്ലുമ്പോൾ നീ ഒരു അസാധാരണ വ്യക്തിയായി ഞാൻ ഈ ഇസ്രായേൽ എന്ന വാക്കിന്റെ അർത്ഥം, ഒത്തിരി അർത്ഥങ്ങളിൽ ഒരർത്ഥം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരർത്ഥം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ മുഖം തങ്കലേക്കു തിരിച്ചവൻ. ഈ അക്ഷരിക ഇസ്രായേലിനെ ഗാസ അടിച്ചൊതുക്കാത്തതിന്റെ കാരണം എന്താണെന്നറിയാം? അവർക്കൊരു ദൈവം ഉള്ളതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനം ഗാസ പറഞ്ഞ്, എൻ്റെ പൊന്ന് ഇസ്രായേലേ ക്ഷമിക്കണം, ആദ്യത്തെ ബോംബ് നിങ്ങളുടെ അടുത്തോട്ട് വന്നിട്ട് ഞങ്ങളുടെ കൈതട്ടി അങ്ങ് വന്ന് പോയതാണ്. എങ്ങനെയും യുദ്ധം ഒന്ന് നിർത്ത്. കാരണം ഒരെണ്ണം അങ്ങോട്ട് ചെന്നപ്പോൾ 15 തിരിച്ചു വന്നേ. അക്ഷരിക ഇസ്രായേലിന് വേണ്ടി അങ്ങനെയാണെങ്കിൽ ആത്മിക ഇസ്രായേലിന് വേണ്ടി എന്തുവായിരിക്കും? കുഞ്ഞെ, നിന്നെ വിളിച്ച വിളിക്കകത്ത് നിൽക്കുന്ന നിനക്ക് വേണ്ടി ഓഹോ, എന്റെ ദൈവം ചുമ്മാതിരിക്കത്തില്ല കേട്ടോ. എന്റെ ദൈവം ചുമ്മാതിരിക്കത്തില്ല. കൈ ഉയർത്തിയോ, കൈ അടിച്ചോ, വാ തുറന്നോ, ശബ്ദം ഉയർത്തിയോ ഒക്കെ Oh, thank you Holy Spirit. വിശ്വസിക്കുന്നവർ അധരം തുറക്ക്. ഇന്ന് പകൽ കണ്ണുകൾ ഉയർത്തിയാൽ ദൈവം നിന്നെ ആള് മാറിയവനാക്കാൻ പോകുകയാണ്. കണ്ണുകൾ ഉയർത്തിയാൽ കണ്ണുകൾ ഉയർത്തിയാലുള്ള 3 വിടുതലുകൾ ഞാൻ ആ 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിന്റെ 15, 17,
22. ഇങ്ങനെ 3 വാക്യങ്ങളിൽ നമ്മോട്ട് പറയാം. ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ കമ്പി വാചകം പോലെ കാര്യം പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് സമയം എടുക്കുക. ഇതിനകത്തൊരു അഭിഷേകത്തിന്റെ പകർച്ച നടക്കണം. അതുകൊണ്ട് ഞാൻ ദ്രുതഗതിയിൽ ഓടുക, കൂടെ വരണം. 15-ാമത്തെ വാക്യം, കണ്ണുയർത്തിയാലുള്ള 1-ാമത്തെ വിടുതൽ. വായിക്കാം വാക്യം, ശ്രദ്ധിച്ചു കേൾക്കണം. അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹൂദ്യരൊക്കെയും യെരൂശലേം നിവാസികളും യഹോശാഫാത്ത് രാജാവുമായുള്ളവരെ കേട്ടുകൊള്ളുവീൻ. യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കയും അരുത്. അടുത്ത വാക്ക് പറയുമ്പോൾ നിങ്ങളൊരു ആമയും പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞേക്കണം. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. ശ്രദ്ധിച്ചു കേട്ടോ. കണ്ണുകൾ ഉയർത്തിയാൽ 1-ാമത്തെ വിടുതൽ. നീ ചെയ്യേണ്ട യുദ്ധം എന്റെ ദൈവം ചെയ്യാൻ പോവാ. പാസ്റ്ററല്ലേ, സ്ഥലം സഭ പാസ്റ്റർ അല്ലേ? പാസ്റ്റർ, ഈ ചർച്ചിനകത്തൊരു ഭയങ്കര ദൈവസാന്നിധ്യം ഞാൻ അനുഭവിക്കാം. ഈ സഭയിലെ വിശ്വാസികൾ വല്ലതും ഉണ്ടോ ഇവിടെ? ഈ സഭയിലെ കൈ ഒന്ന് ഉയർത്തിക്കേ. വെരി ഗുഡ്. നിങ്ങളുടെ പള്ളിക്കകത്ത് ഭയങ്കര ദൈവസാന്നിധ്യം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞോണ്ട്. നിങ്ങളുടെ പള്ളിക്കകത്തൊരു ദൈവസാന്നിധ്യം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വിചാരിച്ചു നിങ്ങളൊരു നല്ല ഹല്ലേലൂയ പറയുമെന്ന്. ഞാൻ അഭിഷക്തന്മാരോട് പറയാം, ഈ സാന്നിധ്യത്തിനകത്ത് അഭിഷക്തന്മാർ നിങ്ങളുടെ തലയെ കൈവച്ചത്. ഈ സാന്നിധ്യം കൊണ്ടാണ് നിങ്ങൾ പോകാൻ പോകുന്നത്. ഈ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധിക്കൂ പ്രിയരെ, അവിടെ എഴുതിയേക്ക, യുദ്ധം നിങ്ങളുടേതല്ല. കണ്ണുകൾ ഉയർത്തിയാൽ ദൈവം നിന്റെ യുദ്ധം ചെയ്യാൻ പോവാ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേ, ഈ ദൈവം യുദ്ധം ചെയ്താൽ, ദൈവത്തിന് യുദ്ധം ചെയ്യാൻ ആയുധങ്ങളുടെ ആവശ്യമില്ല. ആയുധം വേണ്ട. ദൈവത്തിന് നീ കൊണ്ടുവന്ന വാളും പരിചയമൊന്നും, എന്നാ ദൈവമേ ചെയ്താട്ടെ യുദ്ധം എന്നും പറഞ്ഞ് നീ മാറി. അങ്ങനെ നീ നിന്റെ വാളും പരിചയമൊക്കെ കൈവച്ച് ഉറക്കാത്തിട്ടോണ്ടിരുന്നോ? ദൈവത്തിന് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ എൻ്റെ ദൈവത്തിന് ആയുധത്തിന്റെ ആവശ്യമില്ല. പുറപ്പാട് പുസ്തകത്തിലൊരു വാക്യമുണ്ട്, ഹോംവർക്കാണ് കേട്ടോ, ഹോംവർക്ക്. വീട്ടിൽ പോയി കണ്ടുപിടിച്ചേക്കണം. പുറപ്പാട് പുസ്തകത്തിലൊരു വാക്യമുണ്ട്. ഒത്തിരി അധ്യായങ്ങളൊന്നും ഇല്ലല്ലോ, കുറച്ച് അധ്യായമല്ലേ ഉള്ളൂ, എളുപ്പം തപ്പാവല്ലോ. സിമ്പിളായിട്ട് തപ്പി കണ്ടുപിടിച്ചോണ്ട് വൈകിട്ട് വരാമോ പറഞ്ഞേക്കാം. ഇല്ലെങ്കിൽ എവിടാന്ന് ഞാൻ പറഞ്ഞേച്ച് നിങ്ങളെ കൊണ്ട് എംപോസിഷൻ എഴുതിപ്പിച്ചിട്ട് വിടത്തുള്ളൂ. അതെ, നിങ്ങൾ ശ്രദ്ധിച്ചോ, പുറപ്പാട് പുസ്തകത്തിലൊരു വാക്യമുണ്ട്. ആ വാക്യം ഇങ്ങനെ കേട്ടോ, ദൈവത്തിന് സ്തോത്രം. ദൈവം കുറച്ച് ഈച്ചകളോട് പറഞ്ഞു, പോയി ആ യുദ്ധം ഒന്ന് ചെയ്തേച്ചു പാടാം. ആ ഈച്ചയുടെ പേരാണ് കടന്തൽ. കടന്തലുകളോട് ദൈവം പറഞ്ഞു, പോയി ആ യുദ്ധം ചെയ്. നമുക്ക് വെറും ഈച്ചയാണ്, പക്ഷെ ദൈവത്തിന് ശത്രുവിനെ തോപ്പിക്കാനുള്ള ആയുധമാണത്. ഇന്ന് പകലൊരു ദൈവശബ്ദം കേട്ടോ, നിങ്ങളും ഞാനും നിസ്സാരമായി കരുതുന്ന ചിലതിനെ കൊണ്ട് എന്റെ ദൈവം ചില കാര്യം ചെയ്യും. വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി ശക്തിയോടെ രണ്ട്, എന്റെ ദൈവത്തിന് യുദ്ധം ചെയ്യാൻ ആയുധം വേണ്ട. രണ്ട്, എന്റെ ദൈവം യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചാൽ തൻ്റെ പക്കലുള്ള യുദ്ധത്തിന് പോകാൻ കപ്പാസിറ്റിയുള്ള ദൂതന്മാരുണ്ട്. പറഞ്ഞാൽ അടിച്ചേച്ചു വരും. ഞാൻ പറയുന്നു പ്രിയരെ, നമ്മളെ കൊണ്ട് പറ്റാത്ത ചില, ദൈവദാസന്മാരെല്ലാം കേട്ടോണം, നമ്മളെ കൊണ്ട് പറ്റാത്ത ചില കാര്യങ്ങൾ ദൂതനെ ഏൽപ്പിക്കാമെങ്കിൽ, കൊട്ടേഷൻ ദൂതന് കൊടുക്കാമെങ്കിൽ അവൻ അടി ചോദിക്കേച്ചു വരും. എൻ്റെ ഭാഷ പറഞ്ഞ നിന്റെ പ്രതിയോഗിയുടെ മെഡുലോമ്പളങ്ങാറ്റ് നോക്കി അടിക്കാൻ പറ്റുന്ന ഒരാൾ ദൂതനേ ഉള്ളൂ. നല്ലൊരു ആമീൻ പറയണേ. ഞാനൊക്കെ 10-12 വർഷം സഭാ ശുശ്രൂഷയിലായിരുന്നു. ചിലരെ ഒതുക്കാൻ പറ്റത്തില്ല.
ഇരിക്കടാന്ന് പറഞ്ഞാൽ ഇരുന്നില്ല, നീ എന്നാ ചെയ്യോടാന്ന് ചോദിക്കുന്ന വിശ്വാസിയുണ്ട്. എന്നാ ചെയ്യോടാ, എന്നാ ചെയ്യോടാന്ന് ചോദിച്ചവനെ ഞങ്ങൾ സഭാഹോളിൽ നിന്ന് മരിച്ചെടുത്തോണ്ട് പോയിട്ടുണ്ട്. ആ സഭാഹോളിൽ ഇരുന്ന് പുറകോട്ടങ്ങ് വീണു. എന്നാടാന്ന് ചോദിച്ച ഈ പുള്ളി, എന്നാടാന്ന് ചോദിച്ച എന്നോടാ, ഞാനേ ഉള്ളായിരുന്നു എടുത്തോണ്ട് പോകാൻ. അതായി കുഴപ്പം. നിങ്ങൾ ഈ അഹങ്കാരമൊക്കെ വിട്ടേച്ച് മര്യാദയ്ക്ക് നിൽക്കുന്നത് ദൈവസന്നിധിയിലാണോ എന്ന് ആ ബോധത്തിൽ നടക്കുക കേട്ടോ. അതാ നമുക്ക് നല്ലത്. ദൈവദാസന്മാരെ, ദൈവമക്കളെ, ഇന്ന് പകൽ ഞാൻ പറയുന്നു, ദൈവമക്കൾ ദൈവദാസന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. നിങ്ങൾ എനിക്കൊരു 2 മണിക്കൂർ തന്നിരുന്ന ഞാൻ വിശാലമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്ന് അടിച്ച് തകർത്തിട്ട് പോയേനെ. നിങ്ങളാണെങ്കിൽ സമയവും തരത്തില്ല, ഒരു സ്തോത്രവും പറയത്തില്ല. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ചില കേസിനെ പരിഹരിക്കാൻ ദൂതന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതി. ദൈവം പറഞ്ഞു, നീ അശൂർ പാളയത്തോട്ട് ഇറങ്ങിച്ചല്ല, എന്നിട്ട് അടിച്ചൊന്ന് നിരത്തിയേച്ച് ഇങ്ങോട്ട് വാടാന്ന്. ഈ പുള്ളി അങ്ങോട്ട് ഇറങ്ങിച്ചെന്നേച്ച് അടിച്ചൊരു നിരത്തല് 1,85,000 എണ്ണം നിലം പരീക്ഷ. യേശുവിന്റെ നാമത്തില് ഇന്ന് പകൽ ഇവിടെ നടക്കുന്ന ഈ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ എന്റെ ദൈവം അത് ഏറ്റെടുത്ത് ചെയ്യുകയാണ്. ഇനി ഒരൊറ്റ ആയുധത്തിന്റെ കാര്യം കൂടെ പറഞ്ഞേ പറ്റത്തുള്ളൂ. പുതിയ നിയമത്തിലെ ആയുധം എന്നാണെന്നറിയാം. അതുകൊണ്ടാണ് ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണെന്നറിയാമോ? നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട്. എനിക്ക് പാസ്റ്ററോട് പോരാടാൻ പ്രമാണമില്ല. അങ്ങനെ പോരാടുന്നുണ്ടെങ്കിൽ അകത്തു വ്യാപരിക്കുന്നത് പൈശാചികാത്മാവാണ്. ആമേൻ. നിങ്ങൾ ശ്രദ്ധിച്ചോ? അവരെഴുതുക, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതിയോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകളോട് മാത്രമേ. നമുക്ക് പോരാട്ടമുള്ളത് പൈശാചിക മണ്ഡലങ്ങളോടാണ്. നമ്മൾ ഇന്ന് പകൽ ഇവിടെ കൈയടിക്കുന്നത്, സ്തോത്രം പറയുന്നത്, ആരാധിക്കുന്നത് പോരാട്ടം അവനോടായതുകൊണ്ടാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, അദൃശ്യ മണ്ഡലത്തോട് പോരാടുന്ന ദൈവത്തിന്റെ പൈതലേ, ജയമാണ് നിനക്ക് ലഭിക്കാൻ പോകുന്നത്. തോൽവിയല്ല. ഈ പ്രാർത്ഥന കഴിഞ്ഞ് നീ എഴുന്നേൽക്കുമ്പോൾ ഒരു ജയം. യുദ്ധം ചെയ്യാൻ ആയുധം വേണ്ട. ഇന്ന് പകൽ ദൈവത്തിന് യുദ്ധം ചെയ്യാൻ ആയുധം വേണ്ടെങ്കിൽ ദൈവം ഉപയോഗിക്കുന്നത് നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്നതിനെ. ദൈവം തന്റെ ദൂതനെ കയ്യിലെടുക്കുകയാണ്. ഒന്ന്, ദൈവം നമ്മുടെ യുദ്ധം ചെയ്യും. രണ്ടാമത്തെ ഭാഗം 17-ാമത്തെ വാക്യം ഞാൻ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങളെ വാക്യം ശ്രദ്ധിച്ച് കേട്ടോണം. ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യം ഇല്ല. ശ്രദ്ധിച്ചു കേൾക്കൂ. യഹൂദയും യെരൂശലേമുമായുള്ളവരെ, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. നാളെ അവരുടെ നേരെ ചെല്ലുവീൻ. അടുത്ത പദത്തിനൊരു ആമേൻ പറഞ്ഞേക്കണം. യഹോവ നിങ്ങളോട് കൂടെയുണ്ട്. ഒന്ന്, ദൈവം നമ്മുടെ യുദ്ധം ചെയ്യും. 2, ദൈവം നമ്മുടെ കൂടെ വരും. കണ്ണുകൾ ഉയർത്തിയാൽ ഇന്ന് പകൽ ദൈവം നിന്റെ കൂടെ വരും. എൻ്റെ ദൈവം എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ വരണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെ ഉണ്ട്? ദൈവം നിന്റെ കൂടെ വരും. ഈ യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്നൊരു ഭാഗം തെളിയിക്കാൻ പ്രവർത്തികളുടെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ വായിച്ചാൽ മതി കേട്ടോ. രാത്രിയിൽ പൗലോസിനോട് ദൈവം ഇടപെടുന്നൊരു ദൂതാണ്. ഞാൻ ആ വാക്യം കൂടെ ഒന്ന് വായിച്ച് കേൾപ്പിച്ചേക്കാം നിങ്ങളെ. 18-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ അവിടെ എഴുതിയേക്കാം. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതെ ഇരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. വിശുദ്ധന്മാരെ, നിങ്ങളും ഞാനും പ്രസംഗിക്കാൻ നിൽക്കുന്നെങ്കിൽ, ഭയപ്പെടാതെ പ്രസംഗിക്കാൻ അവസരം കിട്ടുന്നെങ്കിൽ അത് നമ്മുടെ പവറല്ല, ദൈവം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണ്.
ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ രണ്ട് വിടുതലാകട്ടോ. ആ വാക്യത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഒന്ന്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞാൽ ദൈവം കൂടെ ഉണ്ടെന്ന് നിന്നെ ഒറ്റ ഒരുത്തം തൊടത്തില്ലെന്ന്. ഉലകത്തിൽ ഒരുത്തം നിന്നെ തൊടാൻ ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ. രണ്ട്, ഈ പട്ടണത്തിൽ എനിക്ക് വലിയൊരു കൂട്ടം ജനമുണ്ട്. ദൈവം കൂടുണ്ടോ, നിന്റെ സഭയ്ക്കകത്തിൽ ആള് വരാൻ പോവുകയാണ്. പുതിയ നിയമസഭയോട് എനിക്കൊരു ദൈവശബ്ദം പറയാനുണ്ട്. ആ ദൈവശബ്ദം ഇങ്ങനെയാണ്. ആമേൻ, ആമേൻ. കുറച്ച് ട്രാക്റ്റൊക്കെ കൈപ്പിടിച്ച് വഴി പോയി നിന്ന് ആമേൻ എല്ലാവരോടും ട്രാക്റ്റ് കൊടുത്ത്, ബ്രദറെ സിസ്റ്ററെ നാളെ രാവിലെ ഞങ്ങളുടെ പള്ളിയിൽ യോഗമുണ്ട്, വരണേ 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 എന്ന് ഞങ്ങൾ താഴ്മയായി നിങ്ങളോട് അപേക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ വിട്ടുവഴിച്ച് നമ്മുടെ പള്ളിയിൽ എങ്ങാനും വന്നുപോയാൽ നമ്മുടെ ആ ചാട്ടം കാണാം. പിന്നെ അവരാണെങ്കിൽ വരുത്തുമില്ല. പിന്നെ എന്നാ വരാഞ്ഞെന്ന് അന്വേഷിച്ച് അവർ വേറെ പള്ളിയിൽ പോയെന്ന്. സ്വോത്രമൊക്കെ പോയല്ലേ ഇല്ലേ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടെ. സത്യത്തിൽ പുതിയ നിയമസഭയ്ക്ക് ശ്രദ്ധിച്ച് കേട്ടാൽ ഈ കാര്യം പിടികിട്ടത്തുള്ളൂ. പുതിയ നിയമസഭയ്ക്ക് നോട്ടീസ് അടിച്ചുകൊണ്ട് നാളെ ഞങ്ങളുടെ പള്ളി വരണേ 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 എന്ന് പറഞ്ഞ് വിളിക്കുന്നതല്ല പുതിയ നിയമസഭ. പുതിയ നിയമസഭയ്ക്കകത്തെ ശബ്ദം കേട്ടേച്ച് ആളുകൾ ഇങ്ങോട്ട് വരണം. നിന്റെ പള്ളിയിലെ കൈയടിക്കുന്നവരുണ്ടെങ്കിൽ നിന്റെ പള്ളിയിൽ ആള് വരും. നമ്മുടെ പള്ളിയിൽ കൈയടിക്കുന്നവരും സ്വോത്രം പറയുന്നവരും ആരാധിക്കുന്നവരും ഉണ്ടെങ്കിൽ ആമേ നാട്ടുകാർ പറയും ഇവിടെ ഏതാണ്ട് ഗുണവും ചലനവും മണവും ഉള്ളൊരു സഭ, അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. ആരാധിക്കുന്ന സഭയ്ക്കകത്ത് ചിലത് വന്ന് കയറിയാൽ പിന്നെ ജീവനുണ്ടാൽ അവിടുന്ന് പോകുകയില്ല. ശക്തിയോടെ ഹല്ലേലൂയ. എനിക്ക് വാക്യങ്ങളൊക്കെ നിന്ന് വിശദീകരിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ സമയം ദൈർഘ്യമാകുന്നത് കൊണ്ട് ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാം, ഈ പട്ടണത്തെ പിടിക്കാൻ നിങ്ങൾ ശുശ്രൂഷിക്കുന്ന സ്ഥലങ്ങളെ പിടിക്കാൻ നിന്റെ സഭ വളരും എന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവദാസന്മാർ ഇവിടെ ഉണ്ട്? ദൈവം എന്റെ സഭയെ വളർത്തും. എന്റെ സഭയിൽ സ്നാനങ്ങൾ നടക്കും. ഹല്ലേലൂയ. ഞാൻ പറയുന്നു, ഓരോ പ്രാദേശിക സഭയിലെ ശുശ്രൂഷകരും കേട്ടോ, ഞാൻ പറയുന്നു എല്ലാ മാസത്തിലും, അങ്ങനെ പറയുന്നതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, എല്ലാ മാസത്തിലെങ്കിലും നിങ്ങളുടെ സഭയിൽ ഒരു 10 പേര് സ്നാനപ്പെടട്ടെ. ആമേൻ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയെന്നാണ്. ആമേൻ എന്ന് പറഞ്ഞേ സഭ ചേർന്ന് ആമേൻ. ഞാൻ വിശ്വസിച്ച ആത്മാവിൽ പറയാം, എല്ലാ ആഴ്ചയിലും നമ്മുടെ സഭകളിൽ സ്നാനങ്ങൾ നടക്കട്ടെ. ആമേൻ. ഞാൻ പറയുന്നു, സിയോൻ അസംബ്ലി ഒന്നിച്ചു കൂടുമ്പോ ഉണ്ടാകുന്നതിലധികം ആളുകൾ ഒരു പ്രാദേശിക സഭയിൽ ഉണ്ടാകട്ടെ. ഒരു പ്രാദേശിക സഭയിൽ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ദൈവം കൂടുണ്ടോ? ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ സഭ വളരാൻ പോവുക. നിന്റെ പ്രസംഗം നിലയ്ക്കാൻ ദൈവം സമ്മതിക്കുകയില്ല. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ ആമേൻ കണ്ണുകൾ ഉയർത്തിയുള്ള മൂന്നാമത്തെ വിടുതൽ പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് സമയമെടുക്കുക. ശ്രദ്ധിച്ച് കേൾക്കണം. 22-ാമത്തെ വാക്യം മാത്രം വായിച്ചാൽ മതി. പക്ഷേ 21-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിച്ചാലേ ആ വാക്യം പൂർണ്ണമാകത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ 21-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിക്കാം. പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധാലങ്കാരം ധരിച്ചു സൈന്യത്തിന്റെ മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പീൻ, അവന്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. അപ്പൊ ഇവിടെ നിന്ന് പാട്ട് പാടുന്ന സഹോദരന്മാരെ, നിങ്ങൾ കേൾക്കേണ്ടത്, നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് പാടുന്നത് സതീഷ് നെൽസൺ പാസ്റ്റർക്ക് വേണ്ടി അല്ല. നിങ്ങളെ വിളിച്ചത് ഈ സിയോൻ അസംബ്ലിയിലെ പ്രധാനപ്പെട്ട ആളുകളായിരിക്കും. അവർക്ക് വേണ്ടി അല്ല നിങ്ങൾ പാടേണ്ടത്, ദൈവത്തിന് വേണ്ടി പാടണം. ദൈവം നമുക്കൊരു നല്ല ശബ്ദം തന്നിട്ടില്ലേ? നന്നായിട്ട് കീബോർഡ് പ്ലേ ചെയ്യാൻ ഒരു അഭിഷേകം തന്നിട്ടില്ലേ? എൻ്റെ ബ്രദറെ, ഇത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക. നീ കൈയടിക്കുന്നത് പാസ്റ്ററെ സന്തോഷിപ്പിക്കാനാണെങ്കിൽ അതങ്ങ് അവസാനിപ്പിക്ക. എന്നിട്ട് ദൈവത്തിന് വേണ്ടി നീ ആർക്കേലും ഒക്കെ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ പടിയിറങ്ങേണ്ട വരും.
പക്ഷെ നീ ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ, തമ്പുരാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടത്തക്ക നിലയിൽ നിന്നെ ആക്കാൻ, നിന്നെ മാറ്റിമറിക്കാൻ യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. ഇനി അടുത്ത വാക്യത്തിന് നിങ്ങളൊരു ആമയും പറഞ്ഞേക്കണം. അവർ പാടി സ്തുതിച്ചപ്പോൾ. ശ്രദ്ധിച്ചു കേൾക്കണേ. യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മോന്യരുടെയും മോവാബ്യരുടെയും സെയീർ പർവ്വതക്കാരുടെയും നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി. പാട്ട് പാടിയപ്പോ വിടുതൽ നടന്നു. അവിടെ ആ വാക്യത്തിന്റെ പ്രാരംഭ ഭാഗത്ത് എഴുതിയിരിക്കുന്ന പദം നിങ്ങൾ മറക്കരുത്. അവർ പാടി സ്തുതിച്ച് തുടങ്ങിയപ്പോൾ. അവർ പാടി സ്തുതിച്ച്. പുതിയ നിയമത്തിൽ ഇതേ ഒരു ഭാഗമുണ്ട്. ആമേൻ. പ്രവർത്തകരുടെ പുസ്തകം 16:25. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, പാടി ദൈവത്തെ സ്തുതിച്ചു. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, പാടി ദൈവത്തെ സ്തുതിച്ചു. അവര് പാട്ട് പാടി ദൈവത്തെ സ്തുതിച്ചപ്പം നാട്ടുകാരുടെ മുഴുവൻ കെട്ടുപൊട്ടി. ഈ കാരാഗ്രഹത്തിന്റെ അകത്ത് ഇരുട്ടുള്ള മുറിക്കകത്ത് കിടന്ന് പാടിയപ്പോ ആ മൂളിപ്പാട്ട് നാട്ടുകാരുടെ മുഴുവൻ കെട്ടുപൊട്ടിച്ചെന്ന്. ഇന്ന് പകൽ ഇവിടെ പാടുമ്പോൾ ദൈവം ചില കെട്ടഴിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങൾക്ക് പാടാൻ അറിയത്തില്ല, പറയാനേ അറിയത്തുള്ളെങ്കിൽ പാട്ട് പറഞ്ഞുകൊണ്ട് നടക്കണം. പാടാൻ അറിയാമെങ്കിൽ പാടിക്കൊണ്ട് നടക്കണം. ഞാനൊക്കെ വീട്ടിൽ നിന്ന് 7 മണിയായപ്പോൾ ഇറങ്ങിയതാണ്. 7 മണി മുതൽ ഇവിടെ വന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കണ്ടുപിടിച്ച് വണ്ടി പാർക്ക് ചെയ്തിടം വരെ ഞാൻ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. എങ്ങനെ പാടുമായിരുന്നു. ഞാൻ കുറേ നേരം കരഞ്ഞു, കർത്താവേ ആമേൻ ആമേൻ. എനിക്ക് ഭയങ്കര ദൈവസാന്നിധ്യം അങ്ങോട്ട് തോന്നിയിട്ട് എനിക്ക് വണ്ടിക്കകത്തിരുന്ന അലറി അന്യഭാഷ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. യേശുവിൻ്റെ നാമത്തിൽ എനിക്കൊരു കാര്യം മനസ്സിലായി കേട്ടോ. ആമേൻ. പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ ചില എതിരുകളെ ദൈവം ഇറങ്ങി വന്ന്, ഓ ഹല്ലേലൂയ, വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെ ഉണ്ട്? ഇന്ന് പകൽ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ശ്രദ്ധിക്കൂ പ്രിയരെ. അവർ പാടി സ്തുതിച്ച് തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മോന്യരുടെയും മോവാബ്യരുടെയും സെയീർ പർവ്വതക്കാരുടെയും നേരെ പാത്തിരുന്നവരെ വരുത്തി. സത്യത്തിലേ യഹൂദയ്ക്കും അറിയത്തില്ല, അമ്മോന്യർക്കും മോവാബ്യർക്കും സെയീർ പർവ്വതക്കാർക്കും അറിയത്തില്ല ഇങ്ങനെ പാത്തിരിപ്പുകാരുണ്ടെന്ന്. പാത്തിരിക്കുന്നവനെ ദൈവം ഉണർത്തിയേച്ച് പറഞ്ഞു, ചെന്നില്ല മറ്റോമാരെ അടിച്ചോടിച്ചേച്ചു പാടാം. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് പകല് ദൈവം എനിക്ക് വേണ്ടി അങ്ങനൊക്കെ ചിലത് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് പകൽ സ്തോത്രം. എൻ്റെ കയ്യിൽ ശക്തിയില്ല, ആയുധങ്ങളില്ല, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. പക്ഷെ ദൈവം എനിക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്യാൻ പോകുകയാണ്. ഇന്ന് പകൽ ഇവിടെ നടക്കുന്ന ഈ ആത്മീക സംഗമത്തിൽ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകുന്ന ഒരു ദൈവശബ്ദം അങ്ങനെയാണ്. ഈ രണ്ടാമത്തെ പകൽ യോഗത്തിൽ, രണ്ടാമത്തെ ദിവസം പകൽ യോഗത്തിൽ പരിശുദ്ധാത്മ പറയുന്നു, നിനക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കാൻ പോകുകയാണ്. ദൈവം എനിക്ക് വേണ്ടി എഴുന്നേറ്റ്. അവർ പാടി സ്തുതിച്ച് തുടങ്ങിയപ്പോൾ, അവ ഇന്ന് പകല് ആമേൻ പാടി സ്തുതിച്ചു തുടങ്ങിയാൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി ചില ചങ്ങലകളെ പൊട്ടിക്കാൻ പോകുകയാണ്. എനിക്ക് അങ്ങനെ ഒരു അഭിഷേകം വേണം എന്ന ആഗ്രഹമുള്ള എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? എനിക്ക് അങ്ങനെ ഒരു അഭിഷേകം വേണം. ഞാൻ ഒരു കാര്യം പറയാം, ഒറ്റ കാര്യം മാത്രം പറഞ്ഞിട്ട് നിർത്താൻ പോവാം. നിങ്ങൾ വീട്ടിൽ പോയിട്ട് പ്രവൃത്തി 1:8 വായിക്കണം. പ്രവൃത്തി 1:8 അവിടെ എഴുതിയേക്കാം, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. പരിശുദ്ധാത്മാവ് ഒരുത്തന്മേ വന്ന് ആദ്യം കിട്ടുന്നത് എന്നാ?
ഉറക്കെ പറഞ്ഞേ, ചുരുടെ എല്ലാവരും കൂടെ പറഞ്ഞേ. ശക്തി കിട്ടും. എന്നാ കിട്ടും? ആദ്യം കിട്ടുന്നത് അന്യഭാഷയല്ല, ബൈബിള് പറയുന്ന കാര്യമാണ്. നിങ്ങളുടെ വേദപുസ്തകം തുറന്ന് നോക്കിക്കോ. നിങ്ങളുടെ വേദപുസ്തകത്തിൽ എഴുതിയേക്കുന്നത് എന്നാന്ന് വെച്ചാൽ നിങ്ങൾ വായിച്ച് കേൾപ്പിച്ചോ. അവിടെ എൻ്റെ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കിട്ടുന്നത് ശക്തിയാണ്. ഈ ശക്തി കിട്ടിയാൽ ഒരു ഗുണം എന്നറിയാമോ? ആർക്കും നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. അപ്പൊ എനിക്ക് ഇന്ന് പകൽ അങ്ങനെ ഒരു ശക്തി വേണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? ഇനി നിങ്ങൾ 2-ാം അധ്യായത്തിലോട്ട് പൊക്കോ. 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെ വായിച്ചോ. അവിടെ എഴുതിയേക്കുന്നത് എന്നാണെന്നറിയോ? ശക്തി കിട്ടിയവർ ശക്തിയും കൊണ്ടങ്ങ് പോയില്ല, അന്യഭാഷയും കൊണ്ടാവോയേ. അന്യഭാഷയ്ക്ക് 2 ഗുണമുണ്ട് കേട്ടോ. 1, അന്യഭാഷ പറയുന്നവർ മനുഷ്യരോടല്ല സംസാരിക്കുന്നത്, അവർ ദൈവത്തോടത്രേ സംസാരിക്കുന്നു. 2, അന്യഭാഷ പറയുന്നവർ തനിക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തുന്നു. അപ്പൊ ഇന്ന് പകല് എനിക്കൊരു ശക്തി വേണം. സ്തോത്രം. ഇവിടെ ഈ ഫാൻ കറങ്ങുന്നത്, മൈക്രോഫോൺ ചലിക്കുന്നത്, ഇവിടെ എല്ലാത്തിനും ചലിപ്പിക്കുന്നതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയാണ്. ഈ ഇലക്ട്രിസിറ്റിയുമായിട്ട് കളിച്ചിട്ടുള്ളവർക്കറിയാം ശക്തി എന്നാന്ന്. കറണ്ട് അടിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? കറണ്ട് അടിച്ചാൽ പിന്നെ ഇങ്ങനാണോ നിങ്ങൾ അന്ന് ഇരുന്നത്? കറണ്ട് അടിച്ചപ്പോൾ നിങ്ങൾ എങ്ങനെ ഇരുന്നേ? കറണ്ട് അടിച്ചപ്പോൾ നിങ്ങൾ കറണ്ടേ താങ്ക് യു എന്ന് പറഞ്ഞ് പോകാമായിരുന്നോ? ആണോ? കറണ്ട് അടിച്ചപ്പോൾ ഒരു ഞെട്ടലും എന്നാന്നറിയത്തില്ല, ഈ മുടിയൊക്കെ വേണ്ട എഴുന്നേറ്റ് നിൽക്കുന്നു, ചെവിക്കകത്തൂടെ പുക വരുന്നു, വായിക്കൂടെ ഒക്കെ പുക വരുന്നു, അകത്ത് ഏതാണ്ടൊക്കെ കത്തിപ്പോയെന്നാ തോന്നുന്നത്. കറണ്ട് അടിച്ച അങ്ങനെ. അച്ഛാ, കറണ്ട് അടിച്ചാൽ അങ്ങനാണെങ്കിൽ സ്വർഗീയ കറണ്ട് അടിച്ചാലോ? മക്കളെ ഉയരത്തിലെ കറണ്ട് അടിച്ചാലോ? യേശുവിന്റെ നാമത്തിൽ ആ ഉയരത്തിലെ കറണ്ട് എന്നെ ഒന്ന് അടിക്കണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? ഞാൻ ഇനി ഒരു കാര്യം പറയാം. കറണ്ടിനോട് കളിച്ചാൽ, ശക്തിയോട് കളിച്ചാൽ അത് പ്രതികരിക്കും, അല്ലേ? പ്രതികരിക്കും. കറണ്ടിനെ തൊട്ടാൽ എത്ര സൂപ്പർ ഇലക്ട്രീഷ്യൻ ആണെങ്കിലും ഒരു ടെസ്റ്ററും കൊണ്ടേ പുള്ളി എന്ത് ചെയ്യുള്ളൂ. ആ കറണ്ടുണ്ടോ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് വയറൊക്കെ പിടിച്ചാൽ ചിരിച്ചോണ്ട് അവിടെ ഇരിക്കും. എന്നാ ചിരിയ, ഇന്ന് വരെ പുള്ളി ഇങ്ങനെ ചിരിച്ചിട്ടില്ല. ആ ചിരിയ ഇരുന്ന് തൊട്ട അപ്പോൾ പുള്ളി ടെസ്റ്ററും കൊണ്ടാണ്, ടെസ്റ്റർ വെച്ചിട്ട് നോക്കും ഉണ്ടോന്നല്ലേ, എന്നിട്ടാ കളി. എത്ര വലിയ ഭീകരനാണേലും മെയിൻ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്തേക്കാൻ പറയും. അതെന്നാ വലിയ ഭീകരനാണല്ലോ. എന്നാ അല്ല, വീട്ടിൽ പിള്ളേരും ഭാര്യയൊക്കെ ഉണ്ടേ. അപ്പൊ കറണ്ടിനോട് കളിച്ചാൽ വിവരം അറിയുമെന്ന് ആർക്കും അറിയാം. കറണ്ട് അടിച്ചപ്പോഴങ്ങനാണെങ്കിൽ പ്രതികരിക്കുമെങ്കിൽ ഉയരത്തിലെ ശക്തി അകത്തുള്ള നീ തൊട്ടാലും പ്രതികരിക്കും. കേട്ടോ, പത്രോസ് യോഹന്നാൻ നടന്നു പോയപ്പോൾ ഒരു മനുഷ്യൻ പറഞ്ഞു, എനിക്ക് വല്ലതും തന്നിട്ട് പോവാ വാസുമാരെ, കണ്ടാൽ എല്ലാം കൈഷ്ടം പോലെ ഉണ്ടെന്നാണല്ലോ തോന്നുന്നത്, ഇങ്ങോട്ട് വല്ലതാ. ഈ കൈ വല്ലതും ഉള്ളവന്റെ ഗുണം എന്നറിയോ? ഒന്നും ഇല്ലാത്തവനെ പോലെ അവർ നടക്കത്തുള്ളൂ. കയ്യിലൊന്നും ഇല്ലാത്തവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാം അവരെ കണ്ടാൽ കള്ളന് പോക്കറ്റ് അടിക്കാൻ തോന്നും. കണ്ടാൽ എല്ലാം സെറ്റപ്പിലാണ് പുള്ളി പോണേ. പക്ഷേ അവരുടെ പേഴ്സ് അടിച്ചോണ്ട് പോയിച്ച് കള്ളൻ അവരുടെ വീട്ടിൽ ചെന്നേച്ച് ഒരു കൊറിയർ ഓഫീസിൽ പോയിട്ട് കൊറിയർ അയച്ച് പുള്ളിക്ക് വീട്ടിൽ കൊടുക്കും. എന്നിട്ട് അതിനകത്തൊരു എഴുത്തും വെച്ചേക്കും, ഇത്തിരി പന്ന പേഴ്സ് കൊണ്ട് മേലാൻ നടക്കരുത് പ്ലീസ്, ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഇത് അടിച്ചു മാറ്റിയത്. നിങ്ങളുടെ ആ നിപ്പും പാവം പടുതിയെ കണ്ടപ്പോൾ നല്ല ഏതാണ്ട് ഗുണമുള്ളത് പേഴ്സിനകത്തുണ്ടെന്നും പറഞ്ഞ് അടിച്ചു മാറ്റിയത്. പാല് വാങ്ങിക്കാൻ പോലുള്ള സാധനം ഇതിനകത്തൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞാനൊരു 5000 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് അയച്ചു തരികയാണ്. 5000 രൂപയുടെ ബാലൻസ് എന്നാന്ന് വെച്ചാൽ നിങ്ങൾ വെച്ചോ. അതെ, സ്വത്രമൊക്കെ പോയോ? നല്ല കാശുള്ള വീട്ടിലെ അച്ചായന്മാരും അമ്മമ്മമാരും ആമേൻ 1 കിലോ മത്തി വാങ്ങിച്ച് 365 മുറിച്ച് 365 ദിവസമായിട്ട് പറ്റിച്ച് കൂട്ടുമ്പം 5 പൈസ കയ്യിലില്ലാത്തവൻ നല്ല തുണ്ടമ്മി വാങ്ങിച്ച് മുറിച്ച് കഴിച്ച് ബലപ്പെട്ട് ലോകത്തിന് വന്ന കൈയും അടിച്ച് സ്തോത്രം എന്ന് പറ.
യേശുവിൻ്റെ നാമത്തിൽ. ഈ ഉപദേശമാർ അങ്ങോട്ട് പോയപ്പോൾ കയ്യിൽ ഏതാണ്ട് ഉണ്ടെന്ന് വിചാരിച്ചാൽ പുള്ളി പറഞ്ഞ വെല്ലം ഉണ്ടെങ്കിൽ തന്നേച്ചു പോ പാസ്റ്ററെ പ്ലീസ്. പറഞ്ഞ പുള്ളി പറഞ്ഞ പ്ലീസ്, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ഞങ്ങളുടെ കയ്യിൽ ഉള്ളത് നിനക്ക് തരാം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് വാടാ കൂടെന്ന് പറഞ്ഞു. അവിടെ ഇതൊക്കെ അവൻ 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 നരിയാണി ഉറപ്പിച്ച് എഴുന്നേറ്റ് നിന്ന് അവൻ തുള്ളി അങ്ങോട്ട് ആരാധിക്കാം. ഇതിനു മുമ്പ് പോയ പല പുള്ളികളും പള്ളി കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഒരുത്തം നിന്ന് തുള്ളുന്നു. അവൻ പറഞ്ഞു, അവർ പറയാ ഇവന് മാത്രം എന്നാ ഇത്ര തുള്ളല്. അപ്പൊ പുറകെ ഇരുന്ന് ആരാണ്ട് പറഞ്ഞു, ഇവൻ താഴെ ഒടിഞ്ഞു മടങ്ങി ചുരുണ്ടിരുന്നവനാണ്, അവൻ തുള്ളാതിരിക്കുന്നു. ശക്തിയുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പകലൊരു ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കാം. കേട്ടോ, ശക്തിയുണ്ടോ ഉണ്ടെങ്കിൽ നീ തൊട്ടാൽ ചില ചുരുണ്ട് മടങ്ങിയവൻ പുറത്ത് വരുമെന്ന്. 2023 ഡിസംബർ മാസം 9-ാം തീയതി ഞാൻ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് വിശ്വാസത്താൽ ഒരു കാര്യം പറയാം. നമ്മുടെ ശുശ്രൂഷകൾ ഇന്ന് മുതൽ, ഇപ്പോൾ മുതൽ ഒരു വ്യത്യാസം വരാൻ പോകുകയാണ്. നമ്മൾ പ്രാർത്ഥിച്ചാൽ ക്ഷണത്തിൽ രോഗികൾ സൗഖ്യമാകും. പോരാ, വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു അഭിഷേകം എനിക്ക് വേണം എന്ന ആഗ്രഹമുള്ള എത്ര പേര് ഇവിടെ ഉണ്ട്? ഓ, കണ്ണുകളെല്ലാം അടച്ചു, കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് മലർത്തിപ്പിടിച്ചു. ഒരു പക്ഷെങ്കിൽ ഒരു പാസ്റ്റർമാരും വന്ന് നിങ്ങളെ തൊട്ടില്ല നിൽക്കിയിരിക്കും. തൊടത്തില്ല, തൊട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾക്കത് വിഷയമല്ല. പക്ഷെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടും. ഞാൻ ഇന്ന് പകൽ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി, നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നത് ദുരാത്മാവല്ല, നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നത് സ്വയാത്മാവല്ല, നമ്മുടെ മേൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടുകയാണ്. യെസ്, ഈ 61ാമത്തെ കൺവെൻഷൻ്റെ ആമേൻ 2ാം ദിവസത്തെ ആമേൻ പകൽ യോഗത്തിൽ എനിക്കൊരു ശക്തി വേണം എന്ന ആഗ്രഹമുള്ളവർ കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് മലർത്തിപ്പിടിച്ച്, കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് മലർത്തിപ്പിടിച്ച്, എല്ലാ ധരങ്ങളും ഒന്ന് തുറന്ന്, ഈ അന്യഭാഷ അടയാളത്തോടെ അഭിഷേകം പ്രാപിച്ചവർ നിങ്ങൾ അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കണം. മാത്രമല്ല പുതിയ ഭാഷയിൽ സംസാരിക്കണം, പുതിയ ഭാഷയിൽ പുതുതായി സംസാരിക്കണം. 2, ഇതുവരെ അന്യഭാഷ അടയാളത്തോടെ അഭിഷേകം പ്രാപിക്കാത്തവർ ഇന്ന് പകൽ അന്യഭാഷ പറയാതെ ഇവിടുന്ന് പോകരുത്. ആക്സിഡന്റ് പഠിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇരുന്നിരുന്നവരുടെ മേലെല്ലാം ആ ദൈവശക്തി വ്യാപരിക്കപ്പെട്ടു. 120 പേരും, പ്രിയരെ, 120 പേരുടെ ശബ്ദം കേട്ടിട്ട് യെരൂശലേം ദേവാലയത്തിൽ നടന്ന പെരുന്നാൾ മുടങ്ങിപ്പോയി. ചില പെരുന്നാളുകളെ മുടക്കുന്ന, ചില പെരുന്നാളുകളെ മുടക്കിക്കളയുന്ന ഒരു ശക്തി ഇതിനകത്ത് വ്യാപരിക്കുകയാണ്. ഇതിനകത്ത് ഞാനും നിങ്ങളും ഇരിക്കുന്നത് തിങ്ങിയാണ്. തിങ്ങിയിരിക്കുന്ന ഈ സ്ഥലത്ത് ഒരു അസാധാരണ ദൈവശക്തി. ഇവിടെ ആരും അലക്ഷ്യമായി നിൽക്കരുത്. നിങ്ങൾ അധരം തുറന്ന്, അഭിഷക്തന്മാരൊക്കെ ദൈവമക്കളൊക്കെ എല്ലാ ധരങ്ങളും തുറന്ന് അന്യഭാഷകളിൽ ഒരറ്റം മുതൽ നിങ്ങൾ അന്യഭാഷകളിൽ സംസാരിക്കണം. നിങ്ങൾ സംസാരിക്കണം. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങിയെന്നാണ്. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. നിങ്ങൾ വാ തുറന്ന് അന്യഭാഷകൾ പറഞ്ഞു തുടങ്ങണം, പറയണം, അന്യഭാഷകളിൽ സംസാരിക്കണം. ആത്മാവ് എന്താണോ നിങ്ങൾക്ക് ഉച്ചരിക്കാൻ തരുന്നത് അത് നിങ്ങൾ പറഞ്ഞ് തുടങ്ങുക. നിങ്ങളുടെ അഭിഷേകം വർദ്ധിക്കുമെന്ന്, നിങ്ങളുടെ അഭിഷേകം വർദ്ധിക്കും.
ബലം കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാ ഞങ്ങൾ വചനത്തിൽ വേരുന്നി വളർന്നിടുവാ പിന്മഴയെ വീണ്ടും അയക്കണമേ നിഞ്ചനമുണർന്നിടുവാ പിന്മഴയെ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ പരിശുദ്ധാത്മാവേ ശക്തി അവിടുത്തെ ബലം ഞങ്ങൾ ആവശ്യമോ കർത്താവേ അവിടുത്തെ ജനത്തിന്റെ മേലൊരു അഭിഷേകം ഇന്ന് പകരുകയാണ്. ഒരാത്മശക്തി കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരുന്നി വളർന്നിടുവാൻ കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരുന്നി വളർന്നിടുവാൻ പിന്മഴയെ വീണ്ടും അയക്കണമേ പിന്മഴയെ വീണ്ടും അയക്കണമേ പരിശുദ്ധാത്മാവേ ശക്തിയാണ്. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ ലോകത്തിൽ ഓടിടുവാൻ ഞങ്ങൾ സാത്താനെ ജയിച്ചിടുവാൻ ലോകത്തിൽ അഭിഷേകത്തോടെ ഹല്ലേലൂയ പരിസരം മറന്ന് ഹല്ലേലൂയ നിയോഗമുള്ളവർ ശക്തി പകർന്നിടണേ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം അഭിഷേകം ലോകത്തിൽ ആദ്യ നൂറ്റാണ്ടിലെ അതിശയം അതിശയം ലോകത്തിൽ അവൻ ആദിയിലെന്ന പോലാത്മാവേ ഈ അഭിഷക്തന്മാരുടെ മേൽ
Udabala Vira Chenda Para Vira Dara Uda Regane Udabala Vira Dara Sataraya Udabala Vira Chenda Manavana Diva Udabarantala Udabarantala Diva Udabaradana Udabarantala Manavana Diva Udabarantala Diva Udabaradana Diva Chaudabaratala Attala Udabarantala Diva Udabarantala Dana Barantala Diva Udabarantala Uda അനുഭവമോ അതിശയമോ വെറുതെ നിൽക്കല്ലേ വെറുതെ നിൽക്കല്ലേ വെറുതെ നിൽക്കല്ലേ ദൈവശക്തി ഭയങ്കര ദൈവ അതിശയം ആദിയിലെന്ന പോലാത്മാവേ അമിതബലം തരണേ ആദിയിലെന്ന പോലാത്മാവേ അമിതബലം തരണേ പകരട്ടത് പകരട്ടത് Holy. Thank you, Holy Spirit. Thank you, Holy Spirit. അങ്ങ് ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി നടക്കുന്നുണ്ടല്ലോ. അങ്ങ് ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി നടക്കുന്നുണ്ട്. അങ്ങ് ഈ ജനത്തെ തൊട്ടാട്ടെ, തൊട്ടാട്ടെ. അങ്ങ് ഈ ജനത്തെ തൊട്ടാട്ടെ. അങ്ങ് ഈ ജനത്തെ തൊട്ടാട്ടെ. Oh Jesus. Oh Jesus.